കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നമ്മള് EK ഉസ്താദിനും കണ്ണിയത്ത് ഉസ്താദിനും ഒന്നും സുന്നി പോരാ എന്ന് പറഞ്ഞ് സുസുന്നി എന്ന പേരിൽ വ്യാജ സംഘടന ഉണ്ടാക്കുകയും പ്രസംഗ വൈഭവത്തിലൂടെയും കണ്ണീരിലൂടെയും മറ്റും ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പാവങ്ങളെ ആകർഷിക്കുകയും വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് കുറെ കാലം മുന്നോട്ട് നീങ്ങിയ AP വിഭാഗം സംഘടന അതിന്റെ ആരംഭകാലം മുതൽ അതിന്റെ ഏറ്റവും വലിയ വക്താവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗത്തിൽ പങ്കെടുത്തപ്പോ അവിടെ SKSFന്റെ ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹം പറഞ്ഞു, മുമ്പ് കാലത്ത് അദ്ദേഹവും കരുതി ആ വാഴക്കാട് ഖണ്ഡനമൊക്കെ നടക്കുന്ന കാലത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കീശയിലാണ് സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നത് എന്ന് തോന്നിയിരുന്നു എന്നും പിന്നീട് അദ്ദേഹം അൽഹംദുലില്ലാ ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടായി എന്നും പറഞ്ഞു. അതുപോലെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ വളരെ ആവേശത്തോടെ കണ്ട് അപ്പോഴ് ഇപ്പുറത്തുള്ള അന്ന് യഥാർത്ഥ സമസ്തയുടെ ആലിമീങ്ങളെ അവരുടെ ഖദറും അവരുടെ വലിപ്പവും തിരിച്ചറിയാനാവാതെ ഇവരുടെ ക്ലാസുകളും പ്രസംഗങ്ങളും രഹസ്യത്തിലുള്ള ക്ലാസുകളൊക്കെ കേട്ടപ്പോ അവരൊക്കെ മോശക്കാരാണെന്ന് ധരിച്ചുപോയ ഒരു കാലഘട്ടം എന്നെ പോലുള്ള സാധുക്കൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല സത്യത്തെ വെളിവാക്കാൻ എപ്പോഴും പല ഹിക്മത്തുകളും നടപ്പാക്കാറുണ്ട്. അതിലേറ്റവും വ്യക്തമായ സത്യം ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിലാണ് ഇപ്പോഴ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മുടി ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വെളിവാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോഴൊരു സത്യത്തിലൊരു വിഷയം മുടി എന്നുള്ള ഒരു വിഷയത്തെ തുടർന്ന് ഒരു ചീറ്റുകൊട്ടാരം പോലെ AP വിഭാഗത്തിന്റെ എല്ലാം തകർന്നു വീഴുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുടിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യമായി ചെയ്തത് ഇസ്ലാമിന്റെ അടിത്തറ തന്നെ മാന്തുന്ന പ്രവൃത്തിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇസ്ലാമിന്റെ അടിത്തറ നുബുവത്തിന്റെ മുകളിൽ മബ്നിയാണ് ഇസ്ലാം. നുബുവത്തിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് അംഗീകരിക്കാതെ ഒരു ഇസ്ലാം ഇല്ലല്ലോ. അപ്പോൾ ഈ നുബുവത്തിന്റെ അനിവാര്യ ഗുണമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അത് പുലരും എന്ന വിശ്വാസത്തിന് തന്നെ ഇപ്പോൾ പല AP വിഭാഗത്തിലുള്ള മൗലവിമാർക്കടക്കം പലർക്കും ഇപ്പോ ഇഷ്കാലായി. ഇപ്പൊ പല സാധുക്കളും മനസ്സിലാക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കൂല എന്നുള്ള രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഒരു വാദം വാദിച്ചു. രണ്ടാമത്തത് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന വാദമാണ് പിന്നീടുണ്ടായത്. സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ സുന്നത്ത് ജമാഅത്തും അല്ലാത്തതും തമ്മിൽ വേർതിരിയുന്നത് അതിന്റെ ഒന്നാമത്തെ വിഷയം തന്നെ ഈ ഇൽമ് കൈകാര്യം ചെയ്യല് അഥവാ ഖുർആൻ ഹദീസ് പോലുള്ള അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് നിയമം കണ്ടെത്തുക എന്നത് ഇമാമിങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ. അത് പൊളിയുമ്പോഴാണ്, അതിൽ നിന്ന് മാറ്റം വരുമ്പോഴാണ് എല്ലാ ബിദ്അത്തും ഉണ്ടാകുന്നത്. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയാണ് ഒരു ഇമാമല്ലാത്തയാൾ,
അഥവാ ഇജ്തിഹാദിന്റെ ഏതെങ്കിലും പദവിയിലെത്താത്ത ഒരാൾ നസ്സുകൾ കണ്ട് ഈ ഖുർആനും ഹദീസിലുള്ള വാചകങ്ങൾ കണ്ടിട്ട് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാമിങ്ങളെ തിരുത്തുക എന്നതാണ് ബിദ്അത്തിന്റെ ഏറ്റവും വലിയ വാതിൽ. പിന്നീട് അദ്ദേഹം നുബുവത്തിന്റെ അടിത്തറ എന്ന ഇസ്ലാമിന്റെ ആ ഒരു അടിത്തറയ്ക്ക് തുരങ്കം വെച്ചുകൊണ്ടുള്ള വാദം പറഞ്ഞതിനു ശേഷം അദ്ദേഹം രണ്ടാമത് ചെയ്തത്, എല്ലാവരും കരുതിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഇടക്കുണ്ടാകും എന്ന് പറഞ്ഞ വാദമാണ് ഭയാനകരം എന്നാണ്. ആ വാദം ഭയാനകരമാണെങ്കിലും അതിനേക്കാളും ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തത്. ഹദീസിൽ നിന്ന് നേരിട്ട് നിയമം കണ്ടെത്താൻ വേണ്ടി, അഥവാ ഹദീസ് കണ്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഹദീസിന്റെ ഒരു വാചകം കണ്ടിട്ട് അദ്ദേഹം നേരെ അതിനെ വിട്ട് ആ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരെ മൂപ്പരൊരു ജംഅ് ചെയ്യലാണ് നടത്തിയത്. അത് സത്യത്തില് അതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം നമുക്ക് ഏവർക്കും മനസ്സിലാകും. യഥാർത്ഥത്തിൽ അതിന്റെ ഓരോ വശങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അയാള് ആദ്യം തന്നെ ചെയ്തത്, അയാൾക്ക് ദീനിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം മനസ്സിലായില്ല എന്നതാണ് ആദ്യത്തെ വിഷയം. കാരണം മൂപ്പറോട് ഒരാൾ ചോദിക്കാണ്, ഈ സൈനബ് ബീബി റളിയല്ലാഹു അൻഹയുടെ ഹദീസില്, അഥവാ അദ്ദേഹം തന്നെ പ്ലാൻഡ് പരിപാടിയാണ്, നിഴല് കണ്ടു എന്നുണ്ടല്ലോ, അപ്പൊ നിഴല് കാണൂല എന്ന ഹദീസിലുണ്ടല്ലോ, എന്താണ് അതിന്റെ ഉത്തര ഉസ്താദ്? അപ്പൊ മൂപ്പർ അങ്ങ് ജംഅ് ചെയ്തു. എന്നോടൊരു മൊയ്ലാറ്, AP മൊയ്ലാറ് പറഞ്ഞു പേരോട് ജംഅ് ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പേരോടിനെ പോലെ എല്ലാ മൊയ്ലാമാര് ജംഅ് ചെയ്യാൻ തുടങ്ങിയാല് ദീന് എല്ലാം കൂടി ഒന്നും അല്ലാണ്ടാവും. അപ്പൊ ജംഅ് ചെയ്യാ, നസ്സുകളെ ജംഅ് ചെയ്യാന്നുള്ളത് മുജ്തഹിദിന്റെ പരിപാടിയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ-ഹാവിൽ ഫതാവയില് വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണത്. വളരെ വളരെ വിശദമായിട്ട് പറയുന്ന മാത്രമല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏറ്റവും വലിയ ദുൽമ് എന്താണ്? ദുൽമ് കൊണ്ട് പലരുടെയും ഈമാൻ മരണസമയത്ത് ഊരിപ്പോകും. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകം വളരെ ഗൗരവമുള്ളതാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ ഊരിപ്പോകാനുള്ള ഏറ്റവും വലിയ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വിവരമില്ലാതെ പ്രവേശിക്കലാണ്. പ്രവേശിച്ച് അതിൽ ഹൗദ് ചെയ്ത് അതിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നത് ഈമാൻ ഇല്ലാതെ മരിച്ചുപോകാൻ, ചത്തുപോകാൻ കാരണമാകുന്നത് ഇമാമിങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാം അൽ-ഹാവിൽ ഫതാവ രേഖപ്പെടുത്തി. അപ്പൊ അവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, വിവരമില്ലാതെ ഹദീസിന്റെ വിഷയത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ അപകടമാണ്. അവിടെ സത്യത്തിൽ ഞാൻ ആലോചിച്ചുപോയി, ഇത്രയും കാലം കുറെ കാലം ദർസ് നടത്തി, കുറെ കാലം സുന്നത്ത് ജമാഅത്ത് പ്രസംഗിച്ചു, സക്കാഫി ബിരുദെടുത്തു, വലിയ പണ്ഡിതനാണെന്ന് അവരെ മുഷാവറയിലൊക്കെ ആയിട്ട് ഒരു വിഷയവും മനസ്സിലായില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അയാൾ ആ പറഞ്ഞ വാചകം തന്നെ അയാളുടെ ഇൽമിന്റെ, അയാൾക്ക് വിഷയം എത്രത്തോളം മനസ്സിലായി എന്നതിന്റെ അടയാളമാണ്. സൈനബ് ബീബി റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ അങ്ങനെയുമുണ്ട്, മറ്റതിൽ ഇങ്ങനെയുമുണ്ട്, എന്നിട്ട് ഞാൻ ജംഅ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ വാചകനെ അദ്ദേഹം സുന്നത്തിന്റെ ABCD അറിയില്ല എന്നാണ്. ഇനി ഒരു കാര്യം ഞാൻ അവിടെ പറയുകയാണ്, ആ ഹദീസ് ലില്ല് കണ്ടു, നിഴല് കണ്ടു എന്നൊക്കെ അയാൾ അർത്ഥം വെച്ച ഹദീസ്, അത് ആ ലില്ല് എന്നുള്ള പദം പോലും സ്വഹീഹായി വന്നു എന്ന് പറയാൻ പറ്റില്ല. ആ ഹദീസ് വന്ന രണ്ട് റൂട്ടിലൂടെ വന്നപ്പോ, ഒരു സ്ത്രീയിലൂടെ വന്നപ്പോ, ആയിഷ ബീവിയിൽ നിന്ന് ഒരു സ്ത്രീ മുഖേന വന്നപ്പോ അതിലാണ് ലില്ല് എന്നുള്ള റിപ്പോർട്ടുള്ളത്. ആ സ്ത്രീ ആണെങ്കിൽ, ആ സ്ത്രീയെ പറ്റിയാണെങ്കിൽ, ആ സ്ത്രീ പറ്റിയുള്ള മാക്സിമം പറഞ്ഞത് ആരും ദഈഫാക്കിയിട്ടില്ല എന്നാണ്. അതിനെപ്പറ്റി
വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ആ സ്ത്രീയിൽ നിന്ന് തന്നെ പല രൂപത്തിൽ റിപ്പോർട്ട് വന്നപ്പോ പല ലഫ്സുകളാണ്. അപ്പൊ ലഫ്സ് കൃത്യമായി പറയാനുള്ള രൂപത്തിലുള്ള ലഫ്സിന്റെ മോൾ ഈത്തിമാദ് ചെയ്യാൻ, ലഫ്സിന്റെ മോൾ വാചകത്തിന്റെ മോള് അവലംബിക്കാൻ പറ്റുന്ന ഒരു ഹദീസ് തന്നെയല്ല അത്. എന്ന് മാത്രമല്ല, അതേ സംഭവം ആയിഷ ബീവി റളിയല്ലാഹുവിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിലൂടെ വന്നപ്പോ അതിൽ ലില്ല് എന്നുള്ള പദത്തിന് പകരം വേറെ പദം വജ്സ് എന്നുള്ള പദമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ റിവായത്ത് തന്നെ ജമ്മ് ചെയ്യാൻ, റിവായത്തിലൂടെ തന്നെ ആ ലില്ല് എന്നുള്ള പദം അത് തന്നെ അങ്ങനെ ലില്ല് എന്ന് ലബുത്താക്കി ലില്ല് എന്ന് വന്നു എന്ന് പറയാൻ തന്നെ കഴിയാത്ത ഒരു ഹദീസാണ്. രണ്ടാമത്തത്, ഞാൻ പറഞ്ഞു ജമ്മ് ചെയ്യാനേ പറ്റില്ല. ജമ്മി എന്ന പണി തന്നെ ഇമാമിങ്ങളുടേതാണ്. സാധാരണക്കാരങ്ങനെ ഓരോന്ന് നോക്കി ജമ്മ് ചെയ്താല് എല്ലാം കൂടി ദീന് തന്നെ ഒന്നും അല്ലാതാവെന്ന് പറഞ്ഞു. അതിന് അങ്ങനെ ഓരോരുത്തർ പറയുകയാണെങ്കിൽ, ഞാൻ പയ്യോളി വെച്ച് പറഞ്ഞിരുന്നു, ഈ ദിവസം നമ്മുടെ അൽബാനിയുടെ ഒരു കിതാബ് സിൽസിലത്ത് സ്വഹീഹ എന്ന കിതാബ് ഒരു വിഷയം നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോ ഞാന് അതിൽ ഒരു വിഷയം കണ്ടപ്പോ ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. പേരോടിനേക്കാളും എന്തുകൊണ്ട് അൽബാനിക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അൽബാനി ഒരു ഹദീസിനെ നിരൂപണം ചെയ്യാണ്. അതിലുള്ളത് ഈ മിസ്രിൽ നിന്ന് അവിടെ നിന്ന് മൂസാ നബിയും അനുചരന്മാരും പോകുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ ജനാദയും അല്ലെങ്കിൽ അവിടുത്തെ ശരീരവും കൊണ്ടാണ് പോയത് എന്ന് സ്വഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഇലാമും കൊണ്ടാണ് പോയത് എന്നാണ് ഹദീസിലെ വാചകം. ഇലാമ്. അപ്പൊ ഇലാമ് എന്നതിന് എല്ലും കൂട് എന്നാണ് അർത്ഥം. അപ്പൊ അൽബാനി അവിടെ പറയാണ്, ഞാൻ അത് കണ്ടപ്പോ നിഷ്കാലായി. കാരണം സ്വഹിയായി വന്നിട്ടുണ്ടല്ലോ അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നൂലാന്ന്. അപ്പൊ അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തിന്നൂല എന്നതിന് ഇത് എതിരായി പോകുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ കൂടുതൽ പഠിച്ചപ്പോ മനസ്സിലായി, ഈ ഇലാമ് എന്നുള്ള പദം ശരീരത്തിന് മൊത്തം ഉപയോഗിക്കുന്ന ശൈലി അറബികൾക്കുണ്ട്. അതോടെ എന്റെ ഇഷ്കാല് നീങ്ങി. അപ്പോ അവിടെ പറഞ്ഞ ഇലാമ് കൊണ്ട് ഉദ്ദേശം ശരീരം എന്നാണ്. അപ്പൊ രണ്ടും ക്ലിയർ ആയി എന്ന് അൽബാനി പറഞ്ഞു. അത് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അൽബാനി അത്രയെങ്കിലും അന്ന് കാണിച്ചല്ലോ. കാരണം ഇലാമ് എന്ന് കാണുമ്പോഴത്തേക്ക് മറ്റതിനെ ജമ്മി ചെയ്ത് പേരോട് ജമ്മി ചെയ്ത പോലെ ജമ്മിയാണെങ്കിൽ അൽബാനി ജമ്മിയന്റെ എങ്ങനെയാണെന്നറിയോ? അത് ഈ ജീർണിക്കൂല എന്ന് പറഞ്ഞത് ഒരിക്കലും ആരുടെയും ഒരമ്പിയാന്റെയും ശരീരം ജീർണിക്കൂല എന്നാണ്. ഇവിടെ ജീർണിച്ചു എന്ന് വന്നല്ലോ, എല്ല് മാത്രമാണ് കൊണ്ടുപോയതെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ജീർണിക്കും എന്ന് പറഞ്ഞത് എല്ലാപ്പോഴും എല്ലാ അമ്പിയാക്കന്മാരുടെയും ജീർണിക്കുമെന്നല്ല, ഇവിടെ ജീർണിച്ചതായി കണ്ടിട്ടുണ്ട് എന്ന് പേരോടിയൻ ജമ്മ് ഉണ്ടാവാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വിജയി പണ്ഡിതനാണെങ്കിലും പല പോലത്തങ്ങളും പറഞ്ഞ് കുപ്രസിദ്ധനാണെങ്കിലും അദ്ദേഹം പോലും ആ വിഷയത്തില് മര്യാദ കാണിച്ചു. അതുപോലും അദ്ദേഹത്തിന് പേരോടിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ജമ്മ് ചെയ്തു എന്ന് പറയുന്ന ആ വാചകം തന്നെ വളരെ വിചിത്രമാണ്. അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അതിലേക്ക് ഉളരുമായിരുന്നില്ല, അതിന് ശ്രമിക്കുമായിരുന്നില്ല. കാരണം സുയ്യിദ് ഇമാം റളിയല്ലാഹു അൻഹു വേറൊരു വാചകം പറയുന്നുണ്ട് അൽഹാദിൽ ഫത്താവയില്. ഈ മനുഷ്യൻ ഒരാളെ പറ്റി പറയാണ്, ഖുർആൻ കൊണ്ട് തെളിവ് പിടിച്ച, ഹദീസ് കൊണ്ട് തെളിവ് പിടിച്ച ഒരാളെ പറ്റി പറയാണ്, ഈ മനുഷ്യൻ ഒന്ന് ലജ്ജിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിനെ തൊട്ട് ഈ മനുഷ്യനൊന്ന് ലജ്ജയുണ്ടായിരുന്നെങ്കിൽ അയാള് ഈ തെളിവ് പിടിക്കുന്ന പരിപാടിക്ക് നിൽക്കൂലായിരുന്നു. അദ്ദേഹം അതുപേക്ഷിച്ച് തക്ലീദിലേക്ക് തന്നെ പോകുമായിരുന്നു, ഇമാമിങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിനെ പറ്റി ഒരു അല്പം ലജ്ജയില്ലാതെ ആയിപ്പോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനമാണ് ഒരു ഹദീസ് കൊണ്ടോ ആയത്ത് കൊണ്ടോ തെളിവ് പിടിക്കുന്ന ആൾക്ക് ഒരുപാട് യോഗ്യതകൾ മേളിക്കണമെന്നും അങ്ങനെ യോഗ്യതകൾ മേളിച്ചവരെയാണ് നമ്മളെന്ന് വിളിക്കുന്നതെന്നുള്ള ഒരടിസ്ഥാനമാണ്. ഇനി അങ്ങനെ യോഗ്യതകൾ മേളിച്ച ഒരാൾ ഇജ്തിഹാദ് ചെയ്യുമ്പോ അവർക്ക് നിർബന്ധമാണ് ഒരു ഹദീസ് കണ്ടാല്
അല്ലെങ്കിൽ ഒരു ആയത്ത് കണ്ടാല് അതിന്റെ മുആരിദുകളെ പറ്റി, അതിന് മുആരിദുകളുണ്ടോ, അതിന്റെ അർത്ഥവ്യാപ്തി ചുരുക്കുന്ന വസ്തുക്കളുണ്ടോ, അതിന് അങ്ങനെ വേറെ എന്തെങ്കിലും അതിന്റെ അർത്ഥത്തെ ചുരുക്കുന്നതോ അല്ലെങ്കിൽ അർത്ഥത്തിന് അതിൽ നിന്ന് മാറ്റേണ്ടതോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കൽ നിർബന്ധമാണ്. അപ്പോ ആ കാര്യവും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പലരോടും പറഞ്ഞിരുന്നു, ജമ്മുൽ ജവാമി ഞാൻ ആരെ പറ്റി പറയുമ്പോൾ ചോദിക്കും, ഓൻ ജമ്മുൽ ജവാമി നോക്കിക്കോ, അയാൾ അതോദിക്കോ ഇതോദിക്കോ എന്നെല്ലാം ചോദിക്കും. ജമ്മുൽ ജവാമിയിലും ലോകത്തുള്ള എല്ലാ ഉസൂലുൽ ഫിഖിന്റെ കിതാബിലും അവസാനം കാണാവുന്ന ഒരു അധ്യായമാണ് ഇജ്തിഹാദ്. അവിടെ ഈ വിഷയങ്ങളൊക്കെ പറയും. തുടക്കത്തിൽ തന്നെ അത് കാണുമല്ലോ. തുടക്കത്തില് ഇസ്തിദലാലിനെ പറ്റി എങ്ങനെയാണ് തെളിവ് പിടിക്കുക, എങ്ങനെയാണ് ദലാലത്ത് എന്നൊക്കെ പറയും. അത് കണ്ടാല് അബദ്ധം പറ്റിയ ഒരു ആളാണെന്നാണ് ഞാൻ അവസാനം പറയുന്നുണ്ട്. അത് ആരാ അത് തന്നെയാലും ഈ തെളിവിനത്തിന്റെ ഒന്നാമത്തെ അബദ്ധം ജംഉ ചെയ്തു. ഞാൻ അങ്ങനെയും ഇങ്ങനെയും എന്ന് ഹദീസിനെ ഞാൻ വ്യാഖ്യാനിച്ചു, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ അബദ്ധം. അത് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിന് നേരെ ഘടകവിരുദ്ധമാണ്. പിന്നെ അതിൽ തന്നെ ധാരാളം വിഷയങ്ങളുണ്ട്. പിന്നെ അദ്ദേഹത്തിന് നല്ല രസകരമായി എനിക്ക് തോന്നിയത്, അദ്ദേഹം അതിന് തെളിവ് പറഞ്ഞു. ആ പ്രസംഗത്തിൽ ഒരു തെളിവ് പറഞ്ഞു, തഫ്സീറുൻ നസഫിയിൽ കാണാം. അപ്പൊ തന്നെ ഞാൻ അതിൽ നിന്ന് പലതും വായിച്ചെടുത്തിട്ടുണ്ട്. കാരണം തഫ്സീറുൻ നസഫി അവിടെ എത്താനും തഫ്സീറുൻ നസഫിയിൽ ഈ പേജ് അടയാളപ്പെടുത്തി വെക്കാനും അയാൾ ഒരു ചോദ്യം ചോദിക്കാനും അപ്പോഴും തഫ്സീറുൻ നസഫിയുടെ ആ പേജ് നേരെ ഇങ്ങെടുക്കാനൊക്കെ സംഭവിക്കണമെങ്കിൽ ഇതൊരു പ്രീ പ്ലാൻഡ് ഡ്രാമയാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം തഫ്സീറുൻ നസഫി അങ്ങനെ എല്ലാ മുഖാമുഖത്തിന് പോകുമ്പോഴും ഇതിങ്ങനെ അടയാളപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു കിതാബല്ല. എന്ന് മാത്രമല്ല, ഈ വിഷയം ഒരു അടയാളപ്പെടുത്തി വെച്ച് ഇത് ചോദ്യത്തെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അദ്ദേഹം ആ നസഫി കൊണ്ട് അതിൽ പേജ് അടയാളപ്പെടുത്തി വെച്ച് കൊണ്ടുപോയത് തന്നെ ഇതൊരു പ്ലാൻഡ് ചോദ്യവും പ്ലാൻഡ് മറുപടിയുമാണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നസഫിയിൽ അയാൾ കണ്ടെത്തിയതാണ് എനിക്ക് ഏറ്റവും ചിരിവരുന്നൊരു കാര്യം. നസഫിയിലുള്ളത് എന്താ? തഫ്സീറുൻ നസഫിയിൽ പറഞ്ഞത് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി ആരോപണം വന്നപ്പോ അതിൽ പ്രയാസപ്പെട്ടു നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ സമാധാനിപ്പിക്കുന്ന വിഷയങ്ങൾ പറയുമ്പോ ഒരു ഇങ്ങനെ അവിടെ അതിൽ വരിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയെ, അവിടുത്തെ നിഴല് പോലും ചവിട്ടിപ്പോകൽ മുംകിനല്ലാത്ത വിധം, ഇംഖാനില്ലാത്ത വിധം, അഥവാ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാത്ത വിധം അവിടുത്തെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭാര്യയുടെ വിഷയം പിന്നെ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അവിടുന്ന് എങ്ങനെയാണ് ചവിട്ടിപ്പോവാത്തടത്തുണ്ടാവുന്ന കിട്ടുന്നതിന്റെ പേരാണ് അങ്ങനെ അതിൽ നിന്ന് തെളിവ് പിടിച്ചതിന്റെ പേരാണ് മഫ്ഹൂം മുഖാലഫ എന്ന് പറയാം. മഫ്ഹൂം മുഖാലഫ തെളിവ് പിടിച്ചു എന്ന് കണ്ടപ്പോ എനിക്ക് എന്നല്ല, കുറച്ച് അന്തമുള്ള ആൾക്കാർക്ക് ചിരി വരും. കാരണം മഫ്ഹൂം മുഖാലഫ തെളിവാകുക എന്ന് പറഞ്ഞാൽ അതിന് കുറെ ഷർത്തുകളുണ്ട്. മഫ്ഹൂം മുഖാലഫ എന്നത് നിരുപാധികം എടുക്കാൻ പറ്റില്ല. അതെങ്കിലും അയാൾ മനസ്സിലാക്കണമായിരുന്നു. ഫളായിൽ പറയുന്നിടത്ത് മഫ്ഹൂം മുഖാലഫ പിടിക്കാൻ പറ്റില്ല എന്നാണ് ഒരു അടിസ്ഥാന നിയമം. മഫ്ഹൂം മുഖാലഫ അന്തമില്ലാതെ പിടിച്ച ഒരു പ്രാചീന പണ്ഡിതനായിരുന്നു ഇബ്നു ഹസമുൽ ലാഹിരി. അദ്ദേഹം മഫ്ഹൂം മുഖാലഫ പിടിച്ചിട്ട് ഒരു നിബന്ധനയുമില്ലാതെ മഫ്ഹൂം മുഖാലഫ പിടിച്ചിട്ട് പല വിദണ്ഡവാദങ്ങളും പല അബദ്ധവാദങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു മഫ്ഹൂം മുഖാലഫ പിടിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുഅ്മിൻ നജസാവുകയോ എന്നൊരു ഹദീസ്. അപ്പൊ അതിൽ നിന്ന് അയാൾ പിടിച്ചു മുഅ്മിൻ നജസാവുകയോ എന്നതിന്റെ മഫ്ഹൂം മുഖാലഫ. അപ്പൊ കാഫിർ നജസാവുന്നതാണ്, അതുകൊണ്ട് കാഫിറിന്റെ വേർപ്പ് നജസാണ്. നമ്മൾ ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോ ഒരു അമുസ്ലിമിന്റെ മുസ്ലിമിന്റെ വേർപ്പ് നജസാണ് എന്നൊക്കെ ഉള്ള കണ്ടുപിടിച്ചത് ഈ അന്തമില്ലാതെ മഫ്ഹൂം മുഖാലഫ പിടിച്ചതാണ്. മഫ്ഹൂം മുഖാലഫ പിടിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പേരോട് പിടിച്ച പോലെ മഫ്ഹൂം മുഖാലഫ പിടിക്കുകയാണെങ്കിൽ മുജാഹിദ് പറഞ്ഞ പോലെ നല്ല രസമുണ്ടാവും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ സിയാറത്ത് ചെയ്യണം. കാരണം എന്താ? സിയാറത്ത് എന്തിനോർമ്മിക്കും? മരണത്തെ ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ ആഖിറത്തെ ഓർമ്മിപ്പിക്കും. അപ്പൊ അതിന്റെ മഫ്ഹൂം മുഖാലഫ അത് ഓർമ്മിപ്പിക്കാനാണ് സിയാറത്ത്. അപ്പൊ ഓർമ്മിച്ചാൽ പിന്നെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ
അങ്ങനെ പിടിച്ച ആൾക്കാർ, അങ്ങനെ മഫ്ഹൂം മുഖാലഫ പിടിക്കുന്ന ആൾക്കാർ വരും. അതുപോലെ വേറൊരു മഫ്ഹൂം മുഖാലഫയാണ്. ഇതൊക്കെ കിതാബുകളിൽ വ്യക്തമായിട്ടുള്ളതാണ്. അതിനെപ്പറ്റി കുറച്ച് അന്തമുള്ള വലിയമാർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അവിടെ വേറൊരു ഉദാഹരണം, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നിങ്ങള് ദാരിദ്ര്യം ഭയന്ന് മക്കളെ കൊല്ലരുത്. അതിന്റെ മഫ്ഹൂം മുഖാലഫ എന്താ? ദാരിദ്ര്യം ഭയക്കാതെ ഞാൻ കൊല്ലാം എന്നായി മഫ്ഹൂം മുഖാലഫ കിട്ടുക. ഇങ്ങനെ അന്തമില്ലാത്ത മഫ്ഹൂം മുഖാലഫ പിടിച്ചത് തന്നെ. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, അതില് അയാൾക്ക് ഈ പേരോട് എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയതും ഇപ്പോഴും പലരും മനസ്സിലാക്കുന്നത് വലിയൊരു മുഹക്കിക്കാണെന്ന, തഹക്കീക്കുള്ള ആളാണെന്ന. അപ്പൊ അദ്ദേഹത്തിന്റെ മൊത്തം വിഷയങ്ങൾ ഇതിലൂടെ പൊട്ടിപ്പാളീസായി എന്നത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ്. അതുപോലും അയാൾക്ക് തിരിഞ്ഞില്ല. എന്താ മഫ്ഹൂം മുഖാലഫ് എങ്ങനെ പിടിക്കാം? തഫ്സീറുൻ നസഫിയുടെ മഫ്ഹൂം മുഖാലഫ് ഒറ്റ പേരും അഥവാ കുറച്ചു പേരുള്ള ലക്ഷം വലിയാറും അത് അംഗീകരിക്കൂല. അങ്ങനെ മഫ്ഹൂം മുഖാലഫ് പിടിക്കാൻ പാടില്ല. മഫ്ഹൂം മുഖാലഫക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്, അതിനൊരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതൊന്നും ഇല്ലാതെ മഫ്ഹൂം മുഖാലഫ് പിടിക്കുകയാണെങ്കിൽ ദീനിൽ ഒരുപാട് വിദണ്ഡവാദങ്ങൾ ഇനിയും കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വിഷയത്തിൽ നിഴലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്ന്, അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന് മനസ്സിലായില്ല. രണ്ടാമത്തത്, കിതാബ് ഓതിയിട്ട് മഫ്ഹൂം മുഖാലഫ് എന്താണെന്ന് മൂപ്പർക്ക് തിരിഞ്ഞില്ല. മൂപ്പർ വിചാരിച്ച് എല്ലാം കാണുന്നിടത്തൊക്കെ എന്തെങ്കിലും കണ്ടാ മഫ്ഹൂം മുഖാലഫ് പിടിക്കാന്ന. എന്ന് മാത്രമല്ല, അവിടെ ഇല്ലത്ത് എന്താണ്, ഹിക്മത്ത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഭരണാധികാരി, അവിടുത്തെ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് സിയാറത്ത് മശ്റൂആക്കിയത്, ശറഅക്കിയത്? ഇപ്പം റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് ഒരു മുഅ്മിനിന്റെ ഖബറുൽ ശരീഫിന് സമീപം ചെന്നാൽ ആ മുഅ്മിനിന്റെ റൂഹും ഈ പോകുന്ന ആളെ റൂഹും തമ്മിൽ ഒരു തഅല്ലുഖുണ്ടാവുകയും ഒരു ബന്ധമുണ്ടാവുകയും അങ്ങനെ ഈ ഈമാൻ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടോ, എത്രത്തോളം മഹാനാണോ അതിനനുസരിച്ച് ഇങ്ങോട്ട് അതിന്റെ ഗുണം കിട്ടും. അങ്ങനെ അതുകൊണ്ട് മശ്റൂആക്കിയത്, അതാണ് ഖബറത്തുവാക്കിയതിന്റെ ഒരു ഹിക്മത്ത് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പോ അതിനർത്ഥം ഇപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതല്ല എന്നല്ല. അപ്പോ ഒരു വിഷയത്തിൽ തന്നെ ധാരാളം ഹിക്മത്തുകളും ഇല്ലത്തുകളും സബബുകളൊക്കെ ഉണ്ടാവും. അപ്പോ ഇല്ലത്ത് എന്താണ്, ഹിക്മത്ത് എന്താണ്, സബബ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാതെ എല്ലാം കൂടി ഒരു മൊത്തത്തിൽ ചവിട്ടിപ്പോവാൻ സാധ്യതയില്ലാത്ത വിധം സംരക്ഷിച്ചു എന്ന് കണ്ടപ്പോ ചവിട്ടിപ്പോവാത്തടത്തുണ്ടാകുമെന്ന് കണ്ടുപിടിച്ച ഈ എന്താണ് പറയാ, ഒരല്പം പോലും ഇനി വിഷയങ്ങളെപ്പറ്റി അറിയാത്ത ഒരാൾ ചെയ്യുന്ന രൂപത്തിലാണ് പേരോട് സഖാഫി അവിടെയും ചെയ്തത്. അവിടെ വേറൊരു കാര്യം, ഞാന് ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു നബിയാമിന്റെ ഉസ്താദാണ്. അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി അവിടെ ആകാശാരോഹണത്തിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിൽ എത്തിക്കാനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്? അപ്പോഴവിടെ പറഞ്ഞു, ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, ഖുർആൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു, ബാറക്കനാ ഹൗലഹു, അവിടെ അതിനു ചുറ്റും നമ്മൾ ബർക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ബർക്കത്ത് കൊണ്ട് അതിമഹൽ പറഞ്ഞു, അംബിയാക്കന്മാരെ ആ വഹി ഇറങ്ങിയ സ്ഥലവും അമ്പിയാക്കന്മാരുടെ മക്ബറകൾ, അങ്ങനെ അമ്പിയാക്കന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലം ആ ബർക്കത്താണ് എന്ന് പറഞ്ഞു. ഇമാമിങ്ങൾ ഒന്നും കൂടി പറഞ്ഞു, അവിടെ നല്ല ഈ പ്രകൃതിപരമായ ഒരുപാട് കായ്കനികളും പച്ചപ്പുകളുമുള്ള സ്ഥലമാണ്. അങ്ങനെ അത് രണ്ടും ചേർത്ത് ഈ വഹാബികൾ അംഗീകരിക്കുന്ന ഷൗക്കാനി തന്നെ ഫതുൽ ഖദീറിൽ പറഞ്ഞു, വളരെ ഈ രണ്ടു നിലക്കും അവിടെ ബർക്കത്ത് ചെയ്യപ്പെട്ടു എന്നാണ് അതിന്റെ ഉദ്ദേശം. അഥവാ കായ്കനികൾ കൊണ്ട് ദുന്യവിയായ ബർക്കത്തും മഹാന്മാരുടെ മക്ബറയും അതുപോലെ അമ്പിയാക്കന്മാരുടെ ആയി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ദീനിയായ ആ ഒരു ബർക്കത്തും, അങ്ങനെ എല്ലാ ബർക്കത്തുകളും അവിടെ യോജിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അപ്പോ നമ്മൾ പറയാറുണ്ട്, ഈ ബർക്കത്ത്, ആ ബർക്കത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കാൻ ആണ് അവിടെ കൊണ്ടുപോയത്. ബാറക്കനാ ഹൗലഹു. അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് നേരിട്ട് ആകാശാരോഹണം നടത്തിയിരുന്നെങ്കിൽ അപ്പോ ഈ അന്തംഗമികളായ കുറെ ഈ മക്ക കാഫിരീങ്ങൾക്ക്, മക്ക മുശ്രിക്കീങ്ങൾക്ക് ഒരു ചോദ്യം ചോദിക്കാൻ വകുപ്പില്ല. കാരണം എന്താണ്, ഈ എന്തെങ്കിലും ഒന്ന് അവിടെ പോയി എന്നുള്ളതിന് അടയാളം ചോദിക്കാൻ വകുപ്പില്ല. കാരണം
നേരെ മക്കയിൽ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ആകാശത്തേക്കാണ്. ആകാശം ഇവർക്ക് പരിചയമുള്ള ലോകമൊന്നല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ചോദ്യം ചോദിക്കാനും പരീക്ഷിക്കാനും അവസരം ഇട്ടുകൊടുക്കുക എന്ന ലക്ഷ്യമുണ്ട് എന്നില്ലെന്ന് പറഞ്ഞു. അപ്പോ അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പേരോട് ഇപ്പൊ കണ്ടാൽ എങ്ങനെ വരും? ഈ പേരോട് കണ്ടാല് അതിപ്പോ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂശാമ പറയുന്നു, അത് എന്താണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. അപ്പോഴെന്താണ്, ഇതന്ന് മറുപടി പറയേണ്ടിയിരുന്നില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോവേണ്ടായിരുന്നു. അങ്ങനെയല്ല, അത് മറുപടി, അങ്ങനെ ഒരു സാധ്യത, ഒരു പരീക്ഷണത്തിനുള്ള സാധ്യത ഒരു ഹിക്മത്താണ്. അതുപോലെ ബാറക്നാ ഹൗലഹു എന്ന് ഖുർആൻ പറഞ്ഞതിനെ അതുകൊണ്ട് നിഷേധിക്കാൻ പോകരുത്. ഖുർആൻ പറഞ്ഞത് അത് വേറൊരു ഒരു അതിന്റെ ഒരു ഫായതയാണ്, അല്ലെങ്കിൽ ഇല്ലത്താണ്, അല്ലെങ്കിൽ ഹിക്മത്താണ്. അങ്ങനെ കുറെ വിഷയങ്ങൾ ഒരു സംഭവത്തിൽ തന്നെ ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലുമായി ബന്ധപ്പെട്ട് വന്നെടുത്ത് വളരെ ശ്രദ്ധേയമായൊരു വിഷയമുണ്ട്. അത് ഞാൻ പറയാം. ഞാന് വളരെ മുമ്പ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും ഇദ്ദേഹത്തിന്റെ പ്രസംഗം എവിടെ ഉണ്ടെങ്കിലും പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം കൊയിലാണ്ടിയിൽ വെച്ച് പ്രസംഗിച്ചു. അന്ന് സ്വലാത്തിനെ പറ്റി വിവാദം നടക്കുന്ന കാലാണ്. 7 സ്വലാത്ത് അല്ലാത്തത് ചെല്ലാമോ, ചൊല്ലിക്കൂടെ എന്നൊക്കെ വഹാബികളുമായിട്ട് ചർച്ച നടക്കുന്ന ഒരു കാലമാണ്. അപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കൊയിലാണ്ടിയിൽ നിന്നാണ് എന്ന് ഓർക്കുന്നു. അദ്ദേഹം ഒരു സ്വലാത്ത് ഉദ്ധരിച്ചു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത്. ആ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നൊക്കെ തുടങ്ങിയിട്ട് സാബിഖുനിൽ ഹൽഖി നൂറുഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് എല്ലാ സൃഷ്ടികളെയും മുൻകടന്നു എന്നൊരു വാചകം ഉൾപ്പെടുന്ന സ്വലാത്ത് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലി എന്ന് പേരോട് പ്രസംഗിച്ചു. അപ്പോൾ ഞാന് എവിടെയാണത് ഒന്ന് കണ്ട് യഖീന് വരുത്തുക എന്നത് എന്റെ ഒരു സ്വഭാവം ആയതുകൊണ്ട് ഞാൻ അത് കിട്ടണം, അത് എവിടെയാണ് അത് അങ്ങനെ ഉള്ളത് എന്നറിയണം. അങ്ങനെ അദ്ദേഹം പിന്നീട് എന്റെ വളരെ അടുത്ത പ്രദേശമായ പയ്യോളി അങ്ങാടിയിൽ ഇദ്ദേഹം ഒരു പ്രസംഗത്തിന് വന്നു. അപ്പൊ പ്രസംഗത്തിന് വന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ നിന്ന് പ്രസംഗവേദിയിലേക്ക് പോകുന്നതിന്റെ ഇടക്ക് ഞാൻ ഉസ്താദെ നോട്ട് ലോഗ്യമൊക്കെ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ലോഗ്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ചൊല്ലിയ ആ സ്വലാത്ത്, ഉസ്താദ് ചൊല്ലിയ സ്വലാത്ത് എവിടെയാണുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അഥവാ സാബിഖിനിൽ ഹൽക്ക് നൂറുഹു എന്നുള്ള ഹദീസ്, ആ സ്വലാത്ത് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ചൊല്ലിയ സ്വലാത്ത് ഏതിലുണ്ട്? മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മുസന്നഫ് അബ്ദുർ റസാഖിന്റെ, എന്റെ കയ്യിൽ അന്ന് മുസന്നഫ് അബ്ദുർ റസാഖിന്റെ കിതാബില്ല. അപ്പൊ ഞാൻ മക്തബത്ത് ഷാമിലയിലും മറ്റൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അപ്പൊ ഒന്നും കിട്ടിയില്ല. പലരുമായിട്ട് ബന്ധപ്പെട്ടു, അപ്പൊ മുസന്നഫ് അബ്ദുർ റസാഖ് കിട്ടിയില്ല. പിന്നീട് അൽഹംദുലില്ലാ മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല ഹദീസുകളും ഉണ്ട് എന്ന് മുൻകാലങ്ങളിലെ ഇമാമിങ്ങൾ ഉദ്ധരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ആ ഒരു മഫ്കൂദായി പോയ, നമുക്ക് ലഭിക്കാതെ പോയ ഹദീസുകളിലൊക്കെ ഒരു പണ്ഡിതൻ വളരെ ക്ലേശകരമായ പ്രവർത്തനത്തിലൂടെ അത് അദ്ദേഹം ആ കൈയെഴുത്ത് കോപ്പി ലഭിക്കുകയും ഇങ്ങനെ പൂർണ്ണമായ മുസന്നഫ് അബ്ദുർ റസാഖ്, നമുക്ക് കിട്ടുന്ന മുസന്നഫ് അബ്ദുർ റസാഖ് മിക്ക കോപ്പികളും പൂർണ്ണമല്ല, അപൂർണങ്ങളാണ്. അപ്പൊ പൂർണ്ണമായെന്ന് ലഭിക്കുകയും അങ്ങനെ അത് ജുസൂം മഫ്കൂദ് എന്ന പേരിൽ അത് ഇറക്കുകയും ചെയ്തു. അതില് ആണ് അഥവാ മുസന്നഫ് അബ്ദുർ റസാഖിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എനിക്ക് ആ സ്വലാത്ത്, ആ ചെല്ലിയ സ്വലാത്ത് മുസന്നഫ് അബ്ദുർ റസാഖിലാണുള്ളത്. ഞാനിതിവിടെ പറയാൻ കാരണം അതിന്റെ തൊട്ടിപ്പുറത്താണ് എന്തുള്ളത് എന്നോ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദില്ലുൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നിഴലുണ്ടായിട്ടേയില്ല. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, സൂര്യൻ അഭിമുഖമായി ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടില്ല, അതുപോലെ ചന്ദ്രൻ അഭിമുഖമായി വന്നിട്ടില്ല, വിളക്കിനഭിമുഖമായി വന്നിട്ടില്ല. എങ്ങനെയായിട്ടല്ലാതെ ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഥവാ പ്രകാശം നമ്മൾ പറയുന്ന ആ ഭൗതികമായ രൂപത്തിൽ
വിലയിരുത്താൻ കഴിയുന്ന പ്രകാശമല്ല. അതിനെപ്പറ്റിയൊക്കെ സൂഫിയാക്കന്മാരും അതുപോലെ ആരിഫീങ്ങളൊക്കെ പറഞ്ഞത് ധാരാളമുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അങ്ങനെ ആ കണ്ട അങ്ങനെ 100 മുന്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ലൗഹ് മുന്തിയിട്ടല്ലാതെ ഇവകൾക്കൊന്നും അഭിമുഖമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും വന്നിട്ടില്ല എന്ന ഹദീസ് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് ഇദ്ദേഹം സ്വലാത്ത് ഉദ്ധരിച്ച ആ കിതാബിൽ അതിന്റെ തൊട്ട് മുമ്പിലത്തെ പേജിലാണ്. അപ്പോൾ അദ്ദേഹം 100% സ്വഹിയാണെന്ന് അംഗീകരിക്കുന്ന കിതാബ്, അതിന്റെ പരമ്പര 100% സ്വഹിയാണ് താനും. അങ്ങനത്തെ ഒരു ഹദീസ് വന്നിട്ട് ഇദ്ദേഹത്തിന് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം ഹദീസുകൾ ഞാൻ വിശദീകരിക്കല്ല, ഞാനിപ്പോ തന്നെ സമയം വൈകിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫർമേഷൻ താ, അല്ലെങ്കിൽ ഞാനൊരു 10 മിനിറ്റും കൂടി ഈ വിഷയം കൂടി പറഞ്ഞു നിർത്താം, അല്ലെങ്കിൽ ഇപ്പൊ നിർത്താം. തുടങ്ങിപ്പോയാലത് ഓക്കെ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹദീസിനെ പറ്റിയും ആയത്തുകളെ പറ്റിയും ഒരു കാര്യം കൂടി പേരോടിനെപ്പോലത്തെ ആൾക്കാര്, ഞാൻ അങ്ങോട്ട് ക്ലാസ് എടുക്കുകയല്ല, പക്ഷെ ചിലപ്പോഴൊക്കെ പറയേണ്ട അത്യാവശ്യം വന്നുകൊണ്ട് പറയാണ്. ആയത്തുകളും ഹദീസുകളൊക്കെ നിരൂപണം ചെയ്യുന്നതിലൊക്കെ മുമ്പ് ഒരു അടിസ്ഥാനം മനസ്സിലാക്കണം. ചില ഹദീസുകളും ആയത്തുകളും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കിതാബ് റിസാലയിൽ പറയുന്നുണ്ട്, ചില ആയത്തുകൾ ഒരു പ്രവാചകനിലേക്ക് ഇറങ്ങേണ്ട ആവശ്യം തന്നെ ഇല്ലാത്ത വിധം അതിന്റെ ദലാലത്ത് വ്യക്തമായിട്ടുണ്ടാകും എന്ന്, ദലാലത്ത് ഒരു സംശയവുമില്ലാത്ത വിലക്കം ഖത്ഈ ദലാലത്തായ ചില ആയത്തുകളുണ്ട്, ഖുർആൻ വാചകങ്ങളുണ്ട്, അതുപോലെ ഹദീസുകളുമുണ്ട്. ഞാൻ പറയുന്നത് ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കണം. ഒരു തെളിവിന് 2 വശങ്ങളാണ് ഉണ്ടാകുക. ഒരു തെളിവിന് 2 വശങ്ങൾ. ഒന്ന് അതിന്റെ സുബൂത്തിന്റെ വശമാണ്, സ്ഥിരപ്പെടലാണ്. രണ്ടാമത്തത് അതിന്റെ ദലാലത്തിന്റെ വശമാണ്. ഇതൊരൽപ്പം മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാനൊന്ന് പറയാണ്. എന്താ സുബൂത്തിന്റെ വശം എന്ന് വെച്ചാല് അത് സ്ഥിരപ്പെടൽ. ഉദാഹരണത്തിന് ഖുർആനിലുള്ള എല്ലാ ആയത്തുകളും ഖത്ഈയായി സ്ഥിരപ്പെട്ടതാണ്, ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ്, മുത്തവാത്തിറായി സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ മുത്തവാത്തിറായ ഹദീസുകൾ ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ സ്വഹിയായ ഹദീസുകൾ സ്വഹിയായ നിലക്ക് സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ സ്ഥിരപ്പെടുക എന്ന ഒരു വകുപ്പുണ്ട്. ഇനി ആ സ്ഥിരപ്പെട്ടതിൽ നിന്ന് ദലാലത്ത് വ്യക്തമാണോ, അതിന്റെ തെളിവ് വ്യക്തമാണോ അല്ലയോ എന്ന ഒരു വശവും കൂടിയുണ്ട്. ഇവിടെ ചില ഹദീസ്, ഉദാഹരണത്തിന് ഞാനിപ്പോ പറഞ്ഞ ഹദീസ് ഈ ഖത്ഈ ദലാലത്തായ ഒരു ഹദീസാണ്. അഥവാ ഒരു നിലക്കല്ലാതെ ഖണ്ഡിതമായി അതിൽ നിന്നൊരു വിഷയം പറയാൻ കഴിയും. അതൊരു മുജ്തഹിദിലേക്ക് ആവശ്യമില്ല, ഒരു ഇമാമിലേക്ക് ആവശ്യമില്ലാത്ത വിധം വ്യക്തമാകുന്ന രൂപത്തിൽ ഖത്ഈയായ ദലാലത്ത് ഖത്ഈയായ ഒരു വിഷയമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഈ വിഷയം എന്താ ഈ ഖത്ഈയായിട്ട്? ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ഖുർആനിലുണ്ട് വുളൂവിനെ പറ്റി പറയുമ്പോ ഫംസഹു ബിറുഊസിക്കും തലയിൽ നിന്ന് തടവുക എന്ന് വന്നു. അത് ആ തെളിവിനെ പറ്റി നമ്മൾ തെളിവ് എന്നുള്ള രൂപത്തിൽ പരിശോധിക്കുമ്പോ അതിന്റെ ഒരു വശം സ്ഥിരപ്പെടലാണ്, അത് ഖണ്ഡിതമായി സ്ഥിരപ്പെട്ടതാണ്, ഖുർആനാണ്, മുത്തവാത്തിറായി സ്ഥിരപ്പെട്ടതാണ്. രണ്ടാമത്തെ വശം അതിന്റെ ദലാലത്താണ്, അതിൽ നിന്ന് തെളിവാണ്, അത് ലന്നിയാണ്. അഥവാ അതിൽ നിന്ന് ഖണ്ഡിതമായി തല മുഴുവൻ തടവണമെന്നോ തല അല്പം തടവണമെന്നോ ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. അപ്പോ തലയിൽ നിന്ന് തടവണം എന്ന് മാത്രമേ കിട്ടൂ, അത് അതിന്റെ ഖദർ എത്രയാണെന്ന് കിട്ടൂല. അപ്പൊ അത്തരം വിഷയത്തെ നമ്മൾ പറയും ഖത്ഈ സുബൂത്താണ്, ലന്നിയു ദലാലത്താണ് എന്ന് പറയും. അതേ സ്ഥാനത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നത് ശരിക്ക് ഹദീസ് സ്വഹിയായി സ്ഥിരപ്പെടുന്നതോടുകൂടി നമ്മൾ സ്വീകരിക്കൽ നിർബന്ധമായി മാറി. പിന്നീടുള്ളത് അതിന്റെ ദലാലത്തിന്റെ വശമാണ്, അത് ഖണ്ഡിതമാണ്. കാരണം അത് രണ്ടർത്ഥത്തിന് സ്കോപ്പില്ല. കാരണം എന്താ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നിഴലുണ്ടായിട്ടേ ഇല്ല. അവിടെ ലില്ലിന് വേറൊരർത്ഥം സങ്കല്പിക്കാൻ കഴിയില്ല. ഇനി അതിന്റെ പുറമെ അതിന്റെ ബാക്കി വാചകങ്ങൾ കൂടി കൂടുമ്പോൾ അത് വ്യക്തമായി ആ ഹദീസിൽ നിന്ന് വ്യക്തമായി. ഇനി ആ ഹദീസിൽ നിന്ന് വ്യക്തമായി ഒരാൾ പറഞ്ഞ പോലെ ഇനിയിപ്പോ ചോദിക്കും ഹദീസിന് തെളിവ് പിടിക്കാൻ പറ്റുമോ?
ഹദീസിൽ നിന്ന് തെളിവ് പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. അതിനെപ്പറ്റിയൊക്കെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഈ ദലാലത്തായ ഒരു വിഷയം സ്ഥിരപ്പെടലോടുകൂടി അതിന് വേറൊരാളിലേക്ക് ആവശ്യമില്ലാത്ത വിധം അത് ദലാലത്ത് വ്യക്തമാകും എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. ആ രൂപത്തിലാണിത്. ഇതിന്റെ നമ്മളിൽ നിന്ന് തെളിവ് പിടിക്കുന്നൊന്നുമില്ല. അത് ഇമാമിങ്ങളൊക്കെ, ഇമാം ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അത് തെളിവ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ മഹാനായ ഇമാം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി ഈ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഈ മഖ്രീസ് തെളിവ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഇമാമിങ്ങൾ, ഇമാം സുർക്കാന് തെളിവ് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും തെളിവ് പിടിച്ച, അങ്ങനെ തെളിവ് പറഞ്ഞു തന്ന ഹദീസാണിത് എന്ന് മാത്രമല്ല, എപിയുടെ മഹാനായ ഷെയ്ഖ് ഈ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കിതാബിൽ എത്രയോ സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞ ഹദീസ് തെളിവ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഹദീസ് വ്യക്തമാണ്. എന്ത്? നബിതങ്ങളുടെ 100 മുന്തിയത് കൊണ്ടല്ലാതെ, 100 മുന്തിയിട്ടല്ലാതെ, ലൗ മുന്തിയിട്ടല്ലാതെ ഉണ്ടാവൂല. അതുകൊണ്ടാണ് ഇമാമിങ്ങള് ഇല്ലത്ത് പറഞ്ഞത്. അതുപോലെ മറ്റ് ഹദീസുകളുണ്ട്. അതുകൊണ്ടാണ് ഇല്ലത്ത് പറഞ്ഞത്. നബിതങ്ങൾക്ക് നേടലില്ല. കാരണം അവിടുത്തെ 100 മുന്തും 100ന്റെ ഒലവത്ത് കൊണ്ടാണ് എന്ന് പറഞ്ഞത്. ഇത് നസ്സിൽ നിന്ന് നസ്സായ ഒരു ഇല്ലത്താണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് വ്യക്തമായ ഹദീസിൽ വ്യക്തമായ ഇല്ലത്താണ്. ഇനി ഇത് പൊളിച്ചുകൊണ്ട് ഒന്നും പറയാൻ ഒരാൾക്കും ഒരു മുസ്ലിമിനും അവകാശമില്ല. ഒരു ഇമാമിനും അവകാശം ഉണ്ടാവില്ല, ഒരു മഅ്മൂമിനും അവകാശം ഉണ്ടാവില്ല, ആർക്കും അവകാശം ഉണ്ടാവില്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് അവിടുത്തെ സവിശേഷത. ആ ഹദീസിന്റെ സിയാഖ് കണ്ടാൽ, അതിന്റെ രൂപം കണ്ടാൽ തന്നെ അറിയാം അത് ഗവേഷണപരമായ വിഷയമല്ല. അത് എന്താണ്? മുത്തുനബിയിൽ നിന്നും പഠിക്കാതെ അത് പറയാൻ കഴിയില്ല. കാരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാവൂല. അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നാണെങ്കിൽ അത് കണ്ടിട്ട് പറഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഒരിക്കലും ഇല്ല എന്ന് പറയണമെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതാവാനേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു വിഷയം വന്നാൽ പിന്നെ അതിൽ രണ്ടാമതൊരു അഭിപ്രായം പറയാൻ പാടില്ല. അതിനെ പൊളിച്ചുകൊണ്ട് രണ്ടാമതൊരു അഭിപ്രായം പാടില്ല. അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പല ഫായിദകളുമുണ്ട്. ആ കുലൊരുതിയാണ് ഒരു ഹലോ ഹലോ ഞാൻ DC ആയെന്നാ തോന്നുന്നത്. ഇപ്പം കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഞാൻ ആ വിഷയത്തിലേക്ക് ആണ്ടുകൊണ്ടു പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വ്യക്തമായി ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടാൽ പിന്നെ അവിടെ അങ്ങനെ വേറെ വല്ലതും കണ്ടാൽ, വേറെ വല്ല ഹിക്മത്തുകളും കണ്ടാൽ ഹദീസിൽ വന്നത് അംഗീകരിച്ചു കൊടുക്കാതെ അത് അല്ല അങ്ങനെ തന്നെ പറയേണ്ടതില്ല. അത് ഞാനിത് പറയാൻ കാരണം പേരോട് പ്രസംഗത്തിൽ പറയാണ്, ഈ നൂറാനിയത്ത് കൊണ്ടാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അടുത്ത കീലേന്റെ അർത്ഥം എന്താണോ? അങ്ങനെ തന്നെ പറയണമെന്നില്ല, അങ്ങനെ തന്നെ പറയണമെന്നില്ല, ഇങ്ങനെയും പറയാം. അത് പൊട്ടത്തരാണ് ഉസ്താദേ, പേരോട് ഉസ്താദേ. അങ്ങനെ തന്നെ പറയൽ നിർബന്ധാണ്. കാരണം ഹദീസിൽ സ്ഥിരപ്പെട്ട ഇല്ലത്ത് പറയൽ നിർബന്ധാണ്. അതിന് അഡീഷണലായിട്ട് ഇങ്ങനെയും പറയാമെന്നേ കിട്ടൂ. കീല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിലും ഡിക്ഷണറി എടുത്ത് നോക്കിയാലും കാണൂല, ഉസൂലിൽ പറയുന്നതും കാണൂല, ഒന്നിലും കാണൂല. കീലക്ക് അതുപോലെ ഉസൂൽ ഹദീസിന്റെ കിതാബിലും കാണൂല. കീലക്ക് അങ്ങനെ തന്നെ പറയണമെന്നില്ല എന്നൊരർത്ഥം കാണൂല. കീല എന്ന് വെച്ചാല് പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. തബരീന്റെ സിയയും കൂടിയാണ് കീല. ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതും ചെയ്യാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പോ കീലക്ക് മൂപ്പർ ഒരു കീലക്ക് അർത്ഥം വെച്ചു. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഒരുപാട് ഇങ്ങനെ ഈ വിഷയം ഞാൻ തുടങ്ങണ്ടെന്ന് വിചാരിച്ചാണ്. തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട് ഓരോ വിഷയത്തിലും. അതുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തും. അപ്പോ കീല എന്ന് പറഞ്ഞാല് അർത്ഥം എന്താണ്? പറയപ്പെട്ടു എന്നാണ്, പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ എന്തായി? നമ്മുടെ ഈ
അല്ലാഹു സ്വല്ലി വസല്ലം അലൈഹി. അപ്പോ മൂപ്പർ പറഞ്ഞു, അങ്ങനെ 100 കൊണ്ടാണെന്ന് തന്നെ പറയണമെന്നില്ല, ഇങ്ങനെയും പറയാം, അങ്ങനെ പറയാൻ പറ്റൂല. പറയുന്നതാണെങ്കിൽ 100 കൊണ്ടാണ് എന്ന് ഹദീസിൽ നെസ്സ. അതുകൊണ്ടാണ് ഈ ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതനാണ് ഖലീലി, ഇമാം ഖലീലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് അവിടുത്തെ ഫതാവൽ ഖലീലിൽ കാണാം ഒരു ചോദ്യം. നബി തങ്ങൾക്ക് നിഴലില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ? നേല് നടക്കുമ്പോൾ അങ്ങനെയാണ് ചോദ്യത്തിലുള്ളത്. അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ നേലുണ്ടാകുമോ? ആ മമാ സിറു ദാലിക, അതിന്റെ സിർ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഖലീലി ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നബി തങ്ങൾക്ക് നടക്കുമ്പോൾ എന്നൊന്നുമല്ല, ഒരു നിലക്കും ആസുലൻ നേലിന്റെ പരിപാടി തന്നെയില്ല. ആ കാരണം എന്താ? നബി തങ്ങൾ നൂറൻ സിർഫൻ, തനിച്ച നൂറാണ്, അതാണ് അതിന്റെ സിറ്. എന്നിട്ട് അവിടെ പറഞ്ഞു അത് നെസ്സായി വന്നതാണ്. എന്താണ് അവിടെ കമാനസ് നെസ്സ, അവിടെ നെസ്സുള്ളതുപോലെ എന്ന് പറഞ്ഞ അർത്ഥം അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പേരോട് ലാസ്റ്റ് ധരിച്ചൊരു സംഭവമാണ് ഈ മഹല്ലി ഇമാമിന്റെ ഒരു കിതാബ്. മഹല്ലി ഇമാമിന്റെ കിതാബ് ഉദ്ധരിക്കുമ്പോ പേരോട് ഒരു സാങ്കല്പിക കഥാപാത്രത്തൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് പറയാണ്, ഒരു സദർ മുഅല്ലിമിനൊക്കെ സൃഷ്ടിച്ച്, അല്ലാഹുവിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, കഥാപാത്രം ഉണ്ടോ എന്ന് അറിയില്ല. എന്നിട്ട് ആ സദർ മുഅല്ലിമിന് ഈ കിതാബ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു കിതാബിന്റെ പേരൊന്നും പറയാതെ ഒരു ബൈത്തങ്ങ് ചൊല്ലി. കിതാബിന്റെ പേര് കൻസുദ് ദഖായിർ, മഹല്ലി ഇമാം എഴുതിയത്. മഹല്ലി ഇമാമ് കൻസുദ് ദഖായിർ എന്നുള്ളത് സുബ്കി ഇമാമിന്റെ തായിയ എന്നുള്ള ബൈത്തിന്റെ ഷറഹ്. അതിനെപ്പറ്റി, ആ തായിയന്റെ ഷറഹിനെ പറ്റിയും പഠിക്കാറുണ്ട്. അതൊക്കെ ആ ഷറഹിനെ പറ്റി തന്നെ കിതാബുകളിൽ കാണാം. ആ ഷറഹ് അങ്ങനെ ഒരു തഹ്കീക്കായിട്ട് ഓരോ ബൈത്തുകളും നളുവുകളും വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഓരോ അർത്ഥവ്യാപ്തികൾ വിശദീകരിക്കുന്ന രൂപത്തിൽ ഉള്ളൊരു ഷറഹല്ല എന്ന് ഒക്കെ ഉണ്ട്. അതൊക്കെ അതിനെപ്പറ്റിയും പഠിക്കണം. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആരും കാണൂല. അൽഹംദുലില്ലാ, റബ്ബിനെ തൗഫീഖുണ്ട്. ആ തായിയുടെ മഹല്ലി ഇമാമിന്റെ ഷറഹ് എന്റെ കയ്യിലുണ്ട്. തായിയക്ക് വേറെ ഇമാമിങ്ങൾ എഴുതിയ ഷറഹുണ്ട്, ഫതാവൽ ഖലീലിയുണ്ട്. അതുപോലെ അതിനെപ്പറ്റി പറയുന്ന ഈ തായിയ എന്നുള്ള ഷറഹിനെ പരാമർശിക്കുന്ന അതിന്റെ ശൈലിയെ പറ്റി പറയുന്ന കിതാബും എന്റെ കയ്യിലുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ ഈ കാലത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു കിതാബ് ഒന്നും ധരിച്ച് തടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മൂപ്പരുടെ അർത്ഥം എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, അവിടെ എന്താണ് ഈ സംഭവം അഥവാ നിഴലില്ല എന്നതിന്റെ സിറ് 100 എന്നാണ്. കാരണം അത് നെസ്സാണ്. എന്നിട്ട് ഈ ഇമാം ഖലീലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ആ ചോദ്യത്തിന്റെ ജവാബിൽ തന്നെ വേറൊരു ഔഹാമ്, ഒരു ഈ അബദ്ധധാരണയെ തിരുത്താൻ ഒരു ചർച്ച കൊണ്ടുവന്നപ്പോ അതിൽ ഈ ബൈത്തും ഇത് ഈ ഷറഹും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ആ ഷറഹ് ഒരിക്കലും നിഴലില്ല, അതിന്റെ സിർ 100 എന്നുള്ളതിന് എതിരല്ല എന്ന് ഇമാം ഖലീലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ കീലയെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 3 വിഷയങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്ന്, ഈ ഒരു മുടിയായിട്ട് ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ 100,000 വിഷയങ്ങൾ വേറെയും പറയാനുണ്ട്. ഞാനിപ്പോ പറഞ്ഞൊന്ന് രക്തം ചുരുക്കം പറയാണ്. ഒരു മുടിയായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോ പേരോട് അതിനെ രക്ഷിക്കാൻ വേണ്ടി ആദ്യം ചെയ്ത പ്രവർത്തനം നുബുവത്തിന്റെ അടിത്തറ പൊളിക്കുന്നു. പിന്നെ ഞാനത് കുറ്റ്യാടിന്ന് പ്രസംഗം പറഞ്ഞിരുന്നു, അതിപ്പോ അയാളോട് നിങ്ങൾ പറഞ്ഞ അയാൾക്ക് തിരിയൂല കേട്ടോ. അതുകൊണ്ട് അയാൾ നുബുവത്തിന്റെ അടിത്തറ പൊളിച്ചു എന്നോ കാഫിറാണെന്നും പറയണ്ട. അതിന് അങ്ങനത്തെ അതൊന്നും തിരിയുന്ന കോലത്തിലൊന്നല്ലോ. അതുകൊണ്ട് പൊട്ടത്തരായിട്ട് കണക്കാക്കിയാൽ മതി. പക്ഷെ അത് ഒരുപാട് സാധാരണക്കാര് ഏറ്റുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ഒരാള് പറഞ്ഞു, പേരോട് അന്നേരം തന്നെ പറഞ്ഞു അതിന് വേറെ വ്യാഖ്യാനമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ പരീക്ഷിക്കാൻ പറ്റുമോന്ന് ചോദിച്ചില്ലല്ലോ. അതിപ്പോ പരീക്ഷിക്കാൻ പറ്റുമോ? അപ്പോ പേരോട് പറഞ്ഞതിന്റെ അർത്ഥം ഖുർആൻ കരിയുമെന്ന്, ഖുർആൻ തോലിലെഴുതി തീയിലിട്ടാ കരിയുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ല, അതിപ്പോ പരിശോധിക്കാൻ പറ്റുമെന്നാണോന്ന് ചോദിച്ചു.
അപ്പൊ അയാൾ ഇവിടെ ആ സംഭവം പറഞ്ഞിട്ട് ഖുർആൻ തോലെഴുതി തീയിലിട്ടാ കത്തൂല എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട്. അതിപ്പോ പരിശോധിക്കാൻ പറ്റുമോ പരീക്ഷിക്കാൻ പറ്റുമോ എന്ന് പറയണമെങ്കിൽ തന്നെ അതിനാ അർത്ഥം വരണ്ടേ? അപ്പൊ ചിലപ്പോ അയാൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ബുദ്ധിയുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഒന്നത് നുബുവത്തിന്റെ അടിത്തറയെ പൊളിച്ചു. ഇപ്പോ അയാൾ ഇങ്ങനെ വേറെയും പ്രസംഗങ്ങൾ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു സ്ഥലത്ത് പ്രസംഗിക്കുകയാണ്, തുവക്കുന്നോ മറ്റോ പ്രസംഗിക്കുകയാണ്. അപ്പോ അതേ സ്ഥാനത്ത് ഓരോ അനുയായികളും ഇതിങ്ങനെ പറഞ്ഞു. രണ്ടാമത്തെ വിഷയം അദ്ദേഹത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയാണ് ഹദീസ്, ഖുർആൻ ഹദീസ്. ഇമാമിങ്ങളല്ലാത്തവർ ഇമാമിങ്ങൾ പറഞ്ഞ നിയമത്തിനെതിരെ ഒരു ഇസ്തിദ്ലാല് പറ്റൂല. ഇസ്തിദ്ലാല് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കുറെ ഷർത്തുണ്ട്. അപ്പൊ ഇസ്തിദ്ലാലും മാന പറയലും ഇമാമിങ്ങൾ പറഞ്ഞതിന് ഈദായി ഉദ്ധരിക്കലും അതൊക്കെ വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. ചിലര് വിചാരിച്ചത് ഇമാമിങ്ങളൊക്കെ പറഞ്ഞു ഇസ്തിഹാസ പറ്റും, അപ്പോ നമ്മൾ അതിന് ഈദായിട്ട് അതിന് ഉപോത്ബലകമായിട്ട് ഒരു ാണ് ഖുർആന് ഹദീസിൽ നിന്ന് ഒരു പുതു കണ്ടെത്തുകയാണ് എന്ന് മാത്രമല്ല. ഇവിടെ ഇസ്തിദാലിന്റെ രസം എന്താണെന്ന് വെച്ചാല് ഇമാമിങ്ങളോ ലോകത്തുള്ള ഇമാമിങ്ങൾ മൊത്തം പറഞ്ഞതിനെതിരായിട്ട് ഒരു നിയമം കണ്ടെത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയും മൂപ്പർക്ക് മനസ്സിലായില്ല. ഇനി മൂന്നാമത്തെ വിഷയം, സാധാരണ ഉള്ള ഒരു സാധാരണ ഒരു മൊയ്ലിയാർക്ക് വേണ്ട ഒരു പ്രാഥമിക പരിജ്ഞാനമാണ് ഈ മഫ്ഹൂം മുഖാലഫയായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. ഇനി ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് ഒരു ബസറൊക്കെ വന്നിട്ടുണ്ട്, ബസ്. അപ്പോ സമയം ദീർഘിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോറി, ഞാനത് വിഷയം ക്ലാസ്സിൽ ഇടപെടേണ്ട, ഇന്നെനിക്ക് കുറച്ച് വേറെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോ ഇടപെടണ്ടെന്നൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ മൈക്ക് ഇല്ലാതെ ആരും ഇല്ലാതെ കണ്ടപ്പോ ഞാൻ കയറിയതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ ഒരുപാട് വിഷയം എന്ന് വെച്ചാൽ ഈ സുന്നത്ത് ജമാഅത്ത് തന്നെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയാൻ കാരണം പേരോടിന്റെ കുറെ സത്യം പറയുന്ന കൂട്ടത്തിൽ കുറെ അസത്യങ്ങളും കൂട്ടിക്കലർത്തി എന്നതാണ്. സുന്നത്ത് ജമാഅത്ത് ഇന്ന് അത് മറ്റാരോ ആയിരിക്കും, എനിക്ക് PM ലാണ് ബസ് വന്നത്. അപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആ ഒരു വിഷയം ഉണ്ടല്ലോ, ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം വെറുതെ ചില കളവുകൾ കൂട്ടിച്ചേർത്തതിന്റെ പേരിൽ ഇപ്പോഴും പലരും മുജാഹിദുകള് അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ സുന്നി കുട്ടികളെ നമ്മളെ പ്രവർത്തകന്മാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സത്യത്തിൽ അയാൾ പറഞ്ഞതല്ല സത്യം, അയാളൊക്കെ ഉപതരം കൂട്ടിച്ചേർത്തപ്പോ സുന്നത്ത് ജമാഅത്ത് കോംപ്ലിക്കേറ്റഡ് ആയി. സുന്നത്ത് ജമാഅത്ത് എന്ന് വെച്ചാൽ വളരെ സുന്ദരമായി ആരെ മുന്നിലും സമർത്ഥിക്കാൻ കഴിയുന്ന, സത്യം മാത്രം പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുന്ന വളരെ സുന്ദരമായ ഒരു ആശയമാണ്. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്തും നമുക്ക് ചർച്ച ചെയ്യണം. പിന്നെ നമുക്ക് ചർച്ച ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അതിന്റെ വലിയ വക്താവായിട്ടൊന്നല്ല, നമുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമാണ് പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ മൈക്കില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ മൈക്കാണ് എന്തോ കേടുണ്ടെന്ന് തോന്നുന്നു. കേട്ടു. അൽഹംദുലില്ലാഹ്, നല്ല ഒരു ക്ലാസ്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞതെല്ലാം എന്നുള്ളത് ഞങ്ങൾക്ക്
എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പറഞ്ഞതും കാര്യങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് തന്നെയാണ്. ഇനിയിപ്പോ ഇത് സുന്നത്ത് ജമാഅത്ത് അല്ലാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരും ഒന്ന് മാറ്റി ചിന്തിക്കുക. വളരെ കൃത്യമായിട്ട് മേലെ ഇവിടെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഇനി ഇതിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കടന്നു വരികയും ചെയ്യാം. തുടക്കത്തിൽ സർമാഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ചില പ്രഭാഷണങ്ങളും ചില സംഗതികളൊക്കെ കേട്ട് അവരുടെ ആ വേഷവിധാനവും പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അതിൽ പെട്ടുപോയി. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ടാവും. അതിന്റെ ഉള്ളിലെ കഥകൾ വരെ. അതെ, അത് ശരി. അല്ലെന്തുസാ കണ്ടില്ല, മൈക്കിലേക്ക് വരി, നിങ്ങൾ മൈക്കിലേക്ക് വരണമെന്ന് വീണ്ടുമായി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ആർക്ക് വേണമെങ്കിലും മൈക്കിലേക്ക് വരാം. ഇപ്പോ കുറച്ചു നേരവും കൂടിയൊക്കെ സർമാശിവ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ചോദ്യകർത്താക്കൾക്ക് മൈക്കിൽ വന്നിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അദ്ദേഹം അതിന് ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ 10 മിനിറ്റിന് മറുപടി നൽകും. പിന്നെ നാട്ടിൽ നിന്നാണ്, അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഇപ്പോൾ 11 മണി നാട്ടില്, അതും കൂടി മനസ്സിലാക്കണം. നാളെ വെള്ളിയാഴ്ചയാണ്. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് 10 മിനിറ്റ് ചോദ്യത്തിന് കൊടുത്തുവിടാൻ. സർമാഷ് ലൈനിലുണ്ടല്ലോ, കൊടുക്കാലല്ലേ? ഒരു 10 മിനിറ്റ് ചോദ്യാർത്ഥാക്കൾക്ക് കൊടുക്കാമല്ലേ? അൻസാർ മാഷ് കേൾക്കുന്നുണ്ടോ? ഒറ്റയുണ്ട് ട്രൂ പാട്ട്. കാരണം ഉസ്താദ് ഓക്കെ. അപ്പോൾ അനുമതി തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ്. ഇപ്പോൾ UAE ടൈം 9:35 45 മിനിറ്റ് വരെ അതിനുള്ള ഒരു അവസരമുണ്ട്. ആർക്ക് വേണമെങ്കിലും മൈക്കിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ട്രൂ പാട്ടിന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അൻസാർ പക്ഷേ നിങ്ങളിപ്പോ ലില്ലിനെ സംബന്ധിച്ച് സംസാരിക്കണ്ടായി റസൂലുള്ളാഹിന്റെ. അപ്പൊ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി ഈ ലില്ലിന്റെ കാര്യം ചർച്ചക്കിടുകയും പിന്നെ അത് വിവാദമായി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രഭാഷണത്തില് അയാൾ തന്നെ ലില്ലി എന്നുള്ളതിന് ഒരർത്ഥം മാത്രമല്ല, അതിന് വേറെ അർത്ഥങ്ങളുണ്ടെന്ന് പറയുകയും പിന്നെ അതിന് തെളിവായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് സൂര്യപ്രകാശത്തിലോ ചന്ദ്രന്റെ പ്രകാശത്തിലുള്ള കാര്യമല്ല, കണ്ണാടിയിൽ കാണുന്നതിനെ കുറിച്ചാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. അപ്പോ ഈ ലില്ലിന്, ഈ കണ്ണാടി കാണുന്ന പ്രതിബിംബത്തിന് ലില്ല് എന്നുള്ള ഒരു രീതിയിൽ ഉപയോഗിക്കാറുണ്ടോ? കൂടാതെ ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ണാടിയിൽ നോക്കിയിട്ട് ഉള്ള ഒരു സംഭവം, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് അതിനെ വില്ലാക്കിക്കൊണ്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ ഒരു ചർച്ച മുമ്പ് ആരെങ്കിലും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വിശദീകരിക്കണം. അപ്പൊ അയാൾ അങ്ങനെ ഒരു വിശദീകരണം തന്ന സ്ഥിതിക്ക് അതുകൂടെ ഒരു വിശദീകരിക്കല് ഒരു ആവശ്യമായി വരുന്നോ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാൻ മൈക്ക് ബിസിനസ് കാണിക്കാം. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറ മൂപ്പറ് തകർത്തു. അതിലെ രണ്ടാമത്തെ വിഷയം അയാൾ അതിൽ പെടുമ്പോ വീണ്ടും അയാൾ പറഞ്ഞത് ദുനിയാവിൽ ഒരു ഇമാമും പറയാത്തതാണ്. അതും അയാളെ ഗവേഷണമാണ്. ലോകത്ത് ഏതെങ്കിലും ഒരു ഇമാമ് അയാൾ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിച്ചോന്ന് അറിയാൻ, അയാൾ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, ചില ഇമാമിങ്ങൾ പറഞ്ഞു നബിതങ്ങൾക്ക് നിഴല് കാണപ്പെട്ടിട്ടില്ല, വലാ യുറാലഹു ദില്ലുൻ. ഇപ്പൊ മൂപ്പർ അതിൽ നിന്നൊരു ഗവേഷണം, മൂപ്പർ ഫുള്ള് ഗവേഷണമാണ്. മൂപ്പർ അതിൽ നിന്ന് ഗവേഷണം കാണപ്പെട്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരുപാട് ഇമാമിങ്ങള് എന്ന് മാത്രമല്ല ഹദീസിൽ തന്നെ നേരെ ലഫ്സ് ഒരിക്കലും ഇല്ല എന്നാ, കാണപ്പെട്ടിട്ടില്ല എന്നല്ല. പിന്നെ യുറാലഹു വലാ യുറാലഹു ദില്ലുൻ, ഞാൻ കണ്ണാടിയിലേക്ക് വരാം, ഇതൊന്നും പറയേണ്ടില്ല. വലാ യുറാലഹു ദില്ലുൻ എന്ന് പറഞ്ഞാല് ലില്ല് എന്ന് പറഞ്ഞ നിഴല് എന്ന് പറഞ്ഞതിന് അതിന് കാണുക എന്നുള്ള, കാണപ്പെടുക എന്നുള്ള ഒരു നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ ലില്ലില്ല എന്ന് നിഷേധിക്കണമെങ്കിൽ കാണപ്പെടുക എന്നതിനെ നിഷേധിച്ചാണ് പറയാ. അതുകൊണ്ട് വലാ യുറാലഹു ദില്ലുൻ എന്ന് പറഞ്ഞാലും വലം യദ്ഹറു ലഹു ദില്ലുൻ എന്ന് പറഞ്ഞാലും ലം യകുൽ ലഹു ദില്ലുൻ എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. അപ്പൊ അയാൾ അതിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോ അയാള് കണ്ണാടിയിൽ കാണാറുണ്ട് എന്നാണ് പറയുകയാണെങ്കിൽ അയാള് ഭയങ്കര പെടലുപെടും. കാരണം അയാൾ പറഞ്ഞ 2 ഹദീസ് ജമ്മിയത് എങ്ങനെയായിരുന്നു?
ലില്ലുണ്ട്, നിഴലുണ്ട് എന്ന് പറഞ്ഞു. നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നിഴലില്ല എന്നല്ല, അല്ല ഒരിക്കലും ഒരു നിലക്കും നിഴലില്ല എന്നല്ല. ഇവിടെ നേര് കണ്ടിട്ടുണ്ട്. നേരുണ്ട് എന്ന് പറഞ്ഞാലോ എപ്പോഴും നേരുണ്ട് എന്നും അല്ല എന്നാ പറഞ്ഞത്. അപ്പോഴ് രണ്ടും ഒരേ ജിൻസാവണം എന്നത് നിർബന്ധമാണ്. ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ചിലപ്പോ ഉണ്ടാകും ചിലപ്പോ ഉണ്ടാവില്ല എന്ന് പറയുന്നത്, ഉണ്ടാവും എന്ന് പറയുന്നത് വേറൊന്നും, ഉണ്ടാവില്ല എന്ന് പറയുന്നത് വേറൊന്നും ആകുക എന്ന് പറഞ്ഞാല് ബുദ്ധിയുള്ള ആൾക്കാർ സംസാര. ഒരേ ഇനത്തിലുള്ളതിനല്ലേ അങ്ങനെ വരിക. അപ്പോ എന്ന് മാത്രമല്ല, കണ്ണാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? കണ്ണാടിയിൽ നോക്കിയാൽ നബി തങ്ങൾ എപ്പോഴും കാണാറുണ്ട്. ചിലപ്പോ കാണാതിരിക്കുന്നുണ്ടോ? അപ്പോഴ് അത് തന്നെ മൂപ്പറ് ഉരുണ്ടു മറിഞ്ഞ് വീണതാണ്. ആ സംഭവം ഒരു ഭാഷ എന്തെങ്കിലും ഒന്ന് യോജിക്കണ്ടേ, ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്ത് യോജിക്കണ്ടേ. കാരണം അയാൾ പറഞ്ഞെന്താണ്, ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവൂല എന്നല്ല, ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവും എന്നല്ല. അപ്പൊ രണ്ടും ഒരേ ജിൻസായിരിക്കണ്ടേ? ഒന്നും മറ്റു വേറൊന്നാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൻസാർ മാഷിന്റെ കട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പക്ഷേ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അൻസാർ മാഷ് കേൾക്കുന്നുണ്ടോ? മാഷ് കേൾക്കുന്നുണ്ടോ പറയുന്നത്? ആ ഒരു വിശദീകരണം നമുക്ക് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വിശദീകരണമാണ് അവസാനം നമുക്ക് കിട്ടിയ ഒരു വിശദീകരണം. കാരണം എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ട് എന്നല്ല, എപ്പോഴും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല എന്നല്ല. ആരെങ്കിലും ഒന്ന് അൻസാർ മാഷ ബോൺസ് ചെയ്ത് അൺബോൺസ് ചെയ്യണം. അദ്ദേഹം ഒരു പക്ഷേ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കും. ഇതില് നമുക്ക് സംശയം, അതെ, ഒന്ന് അൺബോൺസ് ചെയ്താൽ അദ്ദേഹത്തിന് ഇൻഷാ അല്ലാഹ്. അപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ കണ്ണാടിയിൽ എന്ന് പറയുന്നത് സംഭവമല്ലല്ലോ, എപ്പോ നോക്കിയാലും കാണും, നോക്കിയിട്ടില്ലേ കാണില്ല. അപ്പൊ കണ്ണാടി ഇതും തമ്മിൽ ഒരിക്കലും യോജിക്കൂല. ആദ്യത്തെ വാക്ക് കണ്ണാടി നേരെ വിപരീതമാണ്. ഒരിക്കലും അത് നേല് എന്ന രൂപത്തിൽ വരൂല കണ്ണാടി എന്നുള്ളത്. അദ്ദേഹത്തിന് ആദ്യത്തെ പ്രഭാഷണം തന്നെ അദ്ദേഹത്തിന് എതിരാണ്. വീണ്ടും ഒരുപാട് അദ്ദേഹം പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അതിന്റെ ശേഷം, പിന്നെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു വല്ലാത്ത പെടലാണ് അവർ പെട്ടത് എന്നതിൽ യാതൊരു സംശയമല്ല. നേരത്തെ അൻസാർ മാഷ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഖം കെടുത്താനുള്ള ഒരു വല്ലാത്തൊരു കാരണമായിട്ടാണ്. കാരണം ബാക്കിയൊക്കെ പല ആളുകളും ഉണ്ടായിരുന്നു, അങ്ങ് നടന്നു പോയിക്കോട്ടെ, പ്രശ്നമല്ല, അങ്ങനെയൊക്കെ അവിടെ പോകട്ടെ, രണ്ടും ഒരേ വിഭാഗം തന്നെയല്ലേ. വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മൾ ആ വിഷയം എത്തിയത് ആ തുടക്കം തന്നെ ആയിരുന്നു, രണ്ടും യോജിക്കൂല എന്നുള്ള നിലക്ക്. അത് ആ ഒരു ഇതിലേക്കായിരുന്നു നമ്മൾ എത്തിയത്. പിന്നെ നിങ്ങൾ സൗണ്ട് നിങ്ങൾ കേട്ടില്ല ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കണ്ണാടി എന്നത് ദുനിയാവിലെ ആരും കണ്ണാടിയിൽ കാണുന്നത് ലില്ലാണെന്നോ, അല്ലെങ്കിൽ കണ്ണാടിയിൽ ലില്ല് ഉണ്ടാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണാടി കാണുന്നത് കൊണ്ടാണ് ഈ വലം യുറാലഹു ലില്ലെന്ന് മാത്രം പറഞ്ഞെന്നോ ലോകത്തൊരു ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങളൊക്കെ ഈ കണ്ണാടിന്റെ വിഷയമൊക്കെ അറിയുന്ന ഇമാമിങ്ങൾ തന്നെയാണ് പറഞ്ഞത് നബിതങ്ങൾക്ക് ഒരിക്കലും നിഴലുണ്ടായിട്ടില്ല. കണ്ണാടി കാണുന്നതിന് മനുഷ്യന്മാരാരും നമ്മൾ നിഴല് കാണാൻ കണ്ണാടി നോക്കാറില്ല. നിഴല് എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്, ഇമേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. അതുകൊണ്ട് അത് അയാൾ ഉരുളുന്ന കൂട്ടത്തിലൊന്ന് ഉരുണ്ടതാണ്. സത്യത്തിൽ അത് ആദ്യത്തെ പ്രസംഗവും ഇതും കൂടി വെച്ച് നോക്കുമ്പോ അയാൾ പറഞ്ഞത് ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവൂല എന്നല്ല, ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവുന്നതല്ല എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടും ഒരേ സാധനമായിരിക്കണം. അല്ലാതെ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നിങ്ങൾക്ക് നിഴലുണ്ടാവൂല എന്ന് പറഞ്ഞാല് ഈ ഇരുട്ടാകുന്ന നിഴലുണ്ടാവൂല എന്നാണ്. ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കണ്ണാടിയിൽ ഉണ്ടാവുന്നതെന്ന് പറയേണ്ടത്, അല്ലാതെ നിഷേധവും ആ സ്ഥിരപ്പെടുത്തലും യോജിക്കൂല. അതൊന്നും എന്ന് മാത്രമല്ല, കണ്ണാടിയിൽ നേര് കാണുക എന്നുള്ളൊരു ചർച്ച തന്നെ ഈ ഇമാമിങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങള് പറയാത്തത് പറഞ്ഞു വീണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ആ വിശദീകരണം കൊണ്ടും അയാൾക്ക് സംഭവിച്ചത്. ഇമാമിങ്ങൾ പറയാത്ത നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, നമ്മൾ ഗവേഷണം നടത്താൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തൊക്കെ പറയാ? എനിക്ക് തോന്നുന്നൊക്കെ ഞാൻ പറയാ, നിങ്ങൾക്ക് തോന്നുന്നതല്ല നിങ്ങൾ പറയാ, പേരോട് തോന്നുന്നൊക്കെ പേരോട് പറയാ. അങ്ങനെ പറയുന്നതിന്റെ പേരല്ലേ ബിദ്അത്ത്, വഹാബിസം എന്നൊക്കെ പറയുന്നത്. അപ്പോ അതൊരു
ഒരു വിദഗ്ധകളുടെ എണ്ണത്തിൽ ഒരു വർധനവും കൂടി ഉണ്ടായി, ഒരു പുതിയ വിദഗ്ധത്തും കൂടി പറഞ്ഞു എന്നേ അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സഹോദരന്മാരെ? ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്ററുടെ മൈക്ക് ഇടക്കിടക്ക് പോകുന്നുണ്ട്, നല്ല കട്ടും ഉണ്ടായിരുന്നു. അപ്പോ നാട്ടിൽ നിന്നായത് ഉണ്ടാവാം. എന്തായാലും അൻസാർ മാസ്റ്ററുടെ ഒരു ചോദ്യം, ആദ്യമേ ഈ വ്യാജമുടിക്ക് അനുകൂലമായി നിങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് എന്ത് കാരണം കൊണ്ടാണ്, അതായത് ഏത് വിഷയത്തിലാണ് അത് വ്യാജമാണ് നിങ്ങൾക്ക് ഉണ്ടായ കാരണം? അൻസാർ മാഷ് കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അൻസാർ മാഷ് കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട അൻസാർ മാഷ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, പ്ലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാന് സത്യത്തില് ഈ ഷെയർ മുബാറക് എന്നും പറഞ്ഞ് ഇവര് കൊണ്ടുവന്നപ്പോ മർക്കസിൽ പോവുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു എന്നതിന് പുറമെ ഞാൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ മനസ്സിലാക്കിയത്, പൊതുവെ സമസ്തയുടെ ഭാഗത്തുള്ള പ്രസംഗങ്ങള് എന്നെ കേൾക്കുന്നില്ലേ? അപ്പോ സമസ്തയുടെ ഭാഗത്തുള്ള അതിന്റെ വിശദീകരണങ്ങളൊന്നും ഞാൻ കൂടുതൽ കേട്ടിരുന്നില്ല. അപ്പൊ ഞാന് മനസ്സിലാക്കിയത്, ഈ മുടി എല്ലാ തെളിവുകളും ഉള്ളതാണെന്നാണ്. കാരണം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറ്റ്യാടിയിൽ നിന്നൊക്കെ പ്രസംഗിച്ചപ്പോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും വേദനയായതും, ഞാന് അതിൽ നിന്ന് ഈ പിന്മാറാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ കാരണമായത്, അവിടെ പേരോട് പ്രസംഗിച്ചിരുന്നു, ഈ നമ്മുടെ ജാലിയവാല മർക്കസിൽ മുടി കിട്ടിയത് 2 ആൾക്കാരാണൊന്ന് ഹസ്രജിയിൽ നിന്നും ഒന്ന് വേറൊരാളിൽ നിന്നും, ബർക്കാത്തി സയ്യിദൻ അഥവാ ജാലിയവാലയിൽ നിന്നുമാണ്. ഈ മുഴുവൻ ആളുകളെയും മുസ്ലിം ഉമ്മത്തിന് 100% വിശ്വാസമാണ്, വേറെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ അറിയില്ല എന്ന് പ്രസംഗിച്ചിരുന്നു. അപ്പൊ പേരോട് പൊതുവെ എല്ലാ പ്രസംഗത്തിലും പിട്ട് തേങ്ങിടുന്ന പോലെ പറയുന്നൊരു വാചകമാണ്, എനിക്ക് ബോധ്യപ്പെടാത്ത ഒരു വിഷയവും ഞാൻ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇദ്ദേഹം ജാലിയവാലയെ പറ്റി പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് 100% വിശ്വാസമാണെന്ന് പറഞ്ഞാൽ വളരെ കബൂലിയത്തുള്ള വ്യക്തിയാണ്, വലിയ മഹാനാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതേ അടിസ്ഥാനത്തില് ഈ നമ്മുടെ എന്റെ നാട്ടിനടുത്ത് പേരാമ്പ്രക്കടുത്ത് നൊച്ചാട് എന്നുള്ള പ്രദേശത്ത് ഒരു വീട് കേന്ദ്രീകരിച്ച് ഒരു ചെറിയ മുഖാമുഖം സംഘടിപ്പിച്ചിട്ട് അവിടെ ഈ ഞാനത് അഥവാ അതിനുവേണ്ടി മുടിക്ക് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ എന്റെ മനസ്സിലുള്ളത് ഇതിനെല്ലാം ഉണ്ട്. സനദും വായിച്ചിട്ടുണ്ട്, കോട്ടക്കുന്ന് സനദും വായിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വളരെ പേരോട് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം ഇല്ലല്ലോ, പേരോട് അത്രയും വിശദമായി പഠിച്ചിട്ടല്ലേ പറയൂ. അങ്ങനെ 100% വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത്. പിന്നീട് ജിഷാൻ മാഹിയുടെ വെളിപ്പെടുത്തലുണ്ടായപ്പോ പെട്ടെന്ന് ഞാൻ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല. എന്റെ ഒരു സുഹൃത്തിനെയും സുഹൃത്താണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം ഞാനും ജിഷാന്റെ വീട്ടിൽ പോയി. അങ്ങനെ ജിഷാന്റെ വീട്ടിൽ പോയപ്പോ ജിഷാൻ എന്ത് പറഞ്ഞു, ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. അങ്ങനെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, രണ്ടാമതൊരു പഠനം തുടങ്ങി. ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി, വളരെ കൃത്യമായൊരു സ്റ്റഡി, തഖ്ലീദിയായ പഠനത്തിന് പകരം, ഒരു ഉസ്താദ് പറഞ്ഞു ആമന്നാ സല്ലംന എന്നുള്ള പഠനത്തിന് പകരം ഇതൊന്ന് വിശകലനം ചെയ്ത് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ, വിവാദങ്ങൾ ഉണ്ടാവുമ്പോ നമുക്ക് അള്ളാഹു തന്ന
ആ ബുദ്ധിയും അതിനുള്ള കഴിവൊക്കെ നമ്മൾ ഉപയോഗിക്കണമല്ലോ. അല്ലാതെ അവര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ ഒരു വിഷയം വന്നപ്പോ അങ്ങനെ സത്യസന്ധമായിട്ട് 100% വ്യക്തമായി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വീണ്ടും ഇവരെ പ്രസംഗങ്ങളിലേക്ക് തിരിഞ്ഞപ്പോഴാണ് വൈരുദ്ധ്യങ്ങളുടെ കൊട്ടകൾ ഇങ്ങനെ വ്യക്തമായത്. അതിൽ ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് 100% വിശ്വാസമാണ് എന്നതല്ലോ. അപ്പൊ ജിഷാനും അദ്ദേഹവും തമ്മിലുള്ള സംഭാഷണത്തിലും അതുപോലെ ഞാൻ ഈ ജാലിയവാല ആരാണെന്നറിയാൻ ജാലിയവാല ഞാനും പയ്യോളിയിൽ നിന്ന് ആദ്യം മാറിയ 4 ആൾക്കാർ ഒന്നിച്ചൊരു ജീപ്പിലാണ്, അഥവാ മാറുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോയത്. ഈ നമ്മുടെ ആദ്യത്തെ വിശദീകരണം നടന്ന പൂനൂര് പരിപാടിക്ക് പോയത്. അന്ന് മാറിയിട്ടൊന്നുമില്ലട്ടോ. അന്ന് ജിഷാനൊക്കെ കണ്ട് അതിനെപ്പറ്റിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് 4 ആൾക്കാർക്കും കിട്ടേണ്ട ഉത്തരം ഇദ്ദേഹം ഒരു കാര്യം പറയണമെന്നായിരുന്നു. അഥവാ ജാലിയവാല ഫാസിഖാണ്, ജാലിയവാല തമ്മാടിയാണ്, ജാലിയവാല ഒന്നും കൊള്ളൂല എന്നൊക്കെയാണ് ഇപ്പോഴത്തെ ആരോപണം. അത് ഇദ്ദേഹം ക്ലിപ്പിട്ടിട്ട് അദ്ദേഹം അല്ല എന്ന് പറയും. കാരണം അദ്ദേഹം പറഞ്ഞല്ലോ 100% വിശ്വാസമാണ്. അതിനു പകരം അദ്ദേഹം പറഞ്ഞു അയാൾ ഫാസിഖാവട്ടെ അല്ലാതിരിക്കട്ടെ. അപ്പം തന്നെ ഞങ്ങള് ഭും എന്ന് പറഞ്ഞൊരു പൊട്ടല് പൊട്ടി. കാരണം ഫാസിഖാവട്ടെ അല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് അത് ഒരു തർക്കത്തിന്റെ വേളയിൽ പറയുമ്പോ തസ്ലീമിന്റെ മറുപടി എന്നല്ല പറയാ, അത് ആണ് എന്ന് തന്നെയാ പറയാ. കുറച്ച് അന്തമുള്ള ആൾക്കാർക്ക് അതൊക്കെ തിരിയല്ലോ. അല്ലാതെ വെറും കുഞ്ഞാടുകളായി പോയാലേ അത് മനസ്സിലാവാതിരിക്കുക. അപ്പൊ അത് തന്നെ ആകേതായ അതിനുശേഷം പിന്നെ ഇയാൾക്ക് ജാലിയവാലെ അറിഞ്ഞൂടാന്ന് ഇയാൾ തന്നെ പറഞ്ഞത് അയാൾ കേൾക്കുകയും ചെയ്തു. ഇയാൾക്ക് ജാലിയവാലയെ കണ്ടിട്ടില്ല, അയാളെ പറ്റി അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഒരു വ്യക്തമായ കളവായിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ധാരാളം ഇവരെ പ്രസംഗത്തിലേക്ക് തിരിച്ചു പോയപ്പം എന്റെ പഠിച്ചോനെ ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഒരാളുടെ പ്രസംഗത്തിലും ഒരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല. കുറച്ചൊക്കെ യോജിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടാവാറുള്ളൂ. അഥവാ കുറച്ചല്ലോ എങ്ങനെങ്കിലും പേരിനെങ്കിലും യോജിപ്പിക്കാൻ പറ്റുന്ന ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് കട്ട വൈരുദ്ധ്യങ്ങൾ മാത്രം വന്നു. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ മാത്രം വന്നപ്പോ പേരോട് തന്നെ പഠിപ്പിച്ച അടിസ്ഥാന പ്രകാരം ഞാൻ ആ സംഘടനയിൽ നിന്ന് വിട്ടു. കാരണം പേരോട് പണ്ടേ സുന്നി പറയുമ്പോ പറയാറുണ്ട്, ഈ സത്യവും കളവും വേർതിരിച്ചറിയാൻ വലിയൊരു എളുപ്പത്തിലൊരു പരിപാടി ഉണ്ട്. കളവാണ് പറയുന്നെങ്കിൽ, ബാത്തിലാണ് പറയുന്നെങ്കിൽ അവരുടെ സംസാരത്തിൽ വൈരുദ്ധ്യം കാണും. എന്നിട്ട് അദ്ദേഹം പണ്ട് പ്രസംഗത്തിൽ അതിന് തെളിവും പറഞ്ഞു, വലൗ കാന മിൻ ഇന്ദി ഗൈരില്ലാഹി ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ. ഖുർആന് അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നെങ്കിൽ, ഹക്കല്ലായിരുന്നെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. അപ്പൊ വൈരുദ്ധ്യം ഉണ്ടാവുക എന്നുള്ളത് ഹക്കല്ല എന്നതിന്റെ തെളിവാണെന്ന് പേരോട് തന്നെ പഠിപ്പിച്ച ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. പിന്നെ ഇപ്പൊ നല്ലൊരു ടെക്സ്റ്റ് കണ്ടു, അല്ല ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഈ ഏപ്പിക്കാരെ കുറ്റം പറയുകയല്ലാതെ വേറൊരു പണിയും ഇല്ലേ? ഉളുപ്പ് വേണം ചങ്ങായിമാരെ, മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ ഓരോ ജന്മങ്ങൾ. എന്തായാലും ഇങ്ങനെ ഉള്ള വിഷയം വന്നാൽ കുറ്റം പറയണമെന്ന് പഠിപ്പിച്ചതും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. ഇങ്ങനെ ഒരാള് ദീനെതിരെ കണ്ടാൽ അവർക്കെതിരെ വളരെ ശക്തമായി പ്രതികരിക്കണമെന്നും അവരുടെ ഐബുകൾ എടുത്ത് കാട്ടണമെന്നും പഠിപ്പിച്ചതും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണെന്ന് മാത്രമല്ല, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീനില് അദ്കാറിലൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആത്മീയ സംസ്കരണത്തിന് വേണ്ടി തസവുഫിന്റെ ഭാഷയിൽ എഴുതപ്പെട്ട എല്ലാവർക്കും മനസ്സിലാവുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന തസവുഫിന്റെ കിതാബായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈബത്ത് പറയരുതെന്ന് പറഞ്ഞ തൊട്ടുടനെയുള്ള അധ്യായം ബാബുമാ യുബാഹു മിനൽ ഈബത്തിൽ നിന്ന് അനുവദനീയമാകുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് വ്യക്തമായി പറയേണ്ട കാര്യമായതുകൊണ്ടാണ് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുമ്പോ അവരെപ്പറ്റി പറയുകയാണ് വേണ്ടത് എന്ന് മാത്രമല്ല, ഇമാം ഇബ്നുൽ ഖത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഹദീസിന്റെ നെല്ലും പതിരും വേർതിരിക്കുന്നതിൽ വലിയ പണ്ഡിതൻ, മഹാനവർകൾ ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ പറ്റി പറയും. അയാള് കൊള്ളാത്ത ആളാണ്, അയാളുടെ വാക്ക് സ്വീകരിക്കാൻ പറ്റൂല, അയാൾ കളവ് പറയുന്ന ആളാണ്. അങ്ങനൊക്കെ പറഞ്ഞപ്പോ ചില പണ്ഡിതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ
പണ്ഡിതന്മാരുടെ ഹദീസുകളൊക്കെ തള്ളുമ്പോ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ മഹ്ശറയില് ഈ പണ്ഡിതന്മാര് നിങ്ങളുടെ എതിരാളികളായി വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. മഹാനവറുകൾ പറഞ്ഞു, ഇവരൊക്കെ ഞങ്ങൾക്കെതിരായി മഹ്ശറയിൽ വരുന്നതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറയിൽ എതിരായി വരുന്നതിനെയാണ് എന്നാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നവൻ ഫാസിഖാണ്. ഫാസിഖിനെ പറ്റി തുറന്നു കാട്ടൽ അനിവാര്യമാണ്. അങ്ങനത്തെ ഒരു ഫാസിഖാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയുന്നവർ. അതുകൊണ്ട് തന്നെ ആ ഫാസിഖിനെ പറ്റി ഫാസിഖായാൽ തന്നെ നമ്മൾക്ക് ഈ കിതാബുകളിൽ കാണാം, ഹദീസ് റിവായത്തും വന്നിട്ടുണ്ട്. ഈ ഒരു ഫാസിഖിനെ മദ്ഹ് ചെയ്താൽ അർശ് കിടുങ്ങിപ്പോകുമെന്ന്. അതേ സ്ഥാനത്ത് ഇമാമിങ്ങള് പലരും രേഖപ്പെടുത്തി. ഞാൻ ഇന്ന് തന്നെ ഇമാം സഹാബി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഫത്താവ നോക്കുമ്പോ അതിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഈ ഫാസിഖീങ്ങൾക്ക് ഈബത്തില്ല, അഥവാ ഫാസിഖീങ്ങളുടെ എല്ലാ ഫിസ്കിനെ പറ്റിയല്ല പറയുന്നത്. സമൂഹത്തെ ബാധിക്കുന്ന ഫിസ്ക് ഉണ്ടാകുമ്പോൾ അത് തുറന്നു കാട്ടേണ്ടതും അതിനെ വളരെ ശക്തമായി തുറന്നു കാട്ടേണ്ടതും അതിനെ ജനങ്ങളെ അവരിൽ നിന്ന് അകറ്റേണ്ടതും അവരുടെ ഫിത്നയെ തൊട്ട് അകറ്റേണ്ടതുമാണ് എന്ന് മാത്രമല്ല, ഇത് ദീനിനെ സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കുക, ദീനിനെ പൊളിക്കുക എന്ന് വരുമ്പോ ഇത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, ദീനീ പ്രവർത്തനം. അതുകൊണ്ട് ഇമാമിങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ തന്നെയാണ്. അപ്പോ രണ്ടും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പറയരുതെന്ന് പറഞ്ഞതും കണ്ടിട്ടുണ്ട്, പറയണമെന്ന് പറഞ്ഞതും കണ്ടിട്ടുണ്ട്. ഒരു ഭാഗം മാത്രം കണ്ടതല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. പിന്നെ താങ്കളോട് വേറൊരു ചോദ്യം. ഈ ഷെയർ മുബാറക്ക് എന്ന് പറഞ്ഞ ഈ നിങ്ങൾ അവതരിപ്പിച്ച ആ മുടി അത് വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ അന്വേഷണത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജിഷാൻ മായിയുടെ കൂടെ നിങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നത് കൊണ്ടിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. AP വിഭാഗത്തിലുള്ള ഉസ്താദുമാരെ ഉത്ബോധനം ചെയ്യാൻ വേണ്ടി ജിഷാൻ മായി റെക്കോർഡ് ചെയ്ത ആ റെക്കോർഡ് എങ്ങനെ SKSSFന്റെ ആളുകളുടെ കയ്യിലെത്തി? അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണോ അതോ അല്ലെങ്കിൽ അത് എങ്ങനെ എത്തി എന്നാണ് നിങ്ങളോട് ചോദ്യം. ചോദ്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. റിലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ വിഷയത്തെപ്പറ്റി ഞാൻ പിന്നീട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നല്ലാതെ ആ ഘട്ടത്തിൽ ഞാൻ അവരെ കൂടെയൊന്നുമില്ല. ആ വിഷയം ഒക്കെ കഴിഞ്ഞ് വിവാദങ്ങളൊക്കെ ആയി CD ഒക്കെ പുറത്തു വന്ന് പൂനൂര് പ്രസംഗം കഴിഞ്ഞു. ഞാൻ ഒരുപാട് ആൾക്കാരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നതിന് ശേഷമാണ് ഞാൻ മാറിയത്. അപ്പോ അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് അങ്ങനെ ഓരോന്നും വ്യക്തമായി പറയാൻ അറിയില്ല. ഞാനും നിങ്ങളെപ്പോലെ കേട്ട് പഠിച്ച ഒരാളാണ്. പിന്നെ ഈ പാവപ്പെട്ട മുഹമ്മദ് മിസ്ബാഹ് പറയുന്നത് ഉസ്താദുമാരെ കുറ്റം പറച്ചൽ നിർത്തുക എന്നാണ്. ഈ ഉസ്താദുമാരെ കുറ്റം പറച്ചൽ ഒരു പുണ്യ പരിപാടിയായിട്ട് പഠിപ്പിച്ചത് പേരോടാണ്. കാരണം പേരോടിന്റെ അടുത്തതല്ലേ ഞങ്ങള് EK ഉസ്താദിന്റെ കുറ്റവും അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ എന്തൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഒരു രസം പറയാം. എന്തായാലും അത് കേട്ടപ്പോ ഈ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ വിഷയം പറയാന്ന്. ഈ ഒരാളെ പറ്റി ഖദ്ഫ് പറയാവോ അഥവാ ഒരാള് മോശമായി ലൈംഗിക ആരോപണം നടത്താവോ നടത്തിക്കൂടെ എന്നൊരു ചർച്ച വന്നു. സത്യത്തിൽ ഞാൻ സ്റ്റേജും വന്ന് ആദ്യമായി ലൈംഗിക ആരോപണം കേട്ട് ആരെടുത്താന്നോ പേരോട് പറഞ്ഞതാ. ഏതാ പ്രസംഗം ഇപ്പോ CD കിട്ടും, നിങ്ങള് വാങ്ങിക്കേട്ടാ മതി. ആ CD-യുടെ പേര് EKയുടെ വിധിയും സമസ്തയുടെ ഗതിയും എന്നാണ് CD-യുടെ പേര്. ആ പ്രസംഗം നടന്നത് സിറാജുൽ ഹുദ കോമ്പൗണ്ടിൽ വെച്ച് ഒരു വെള്ളിയാഴ്ചയാണ്. ആ പ്രസംഗത്തിന് ഞാന് അവിടെ വെള്ളിയാഴ്ച രാവിലെ തന്നെ പോയി. ആ പ്രസംഗം കഴിഞ്ഞ് അവിടെ ഉറങ്ങി പിറ്റേന്നാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നത്. അപ്പോ അന്ന് ഒരു സക്കാഫി AP വിഭാഗത്തിൽ നിന്ന് വിട്ടു വന്ന ഒരു സക്കാഫി, അയാളെപ്പറ്റി പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരു മനുഷ്യനെ സ്റ്റേജിന്മേൽ കയറ്റിയിട്ട് അദ്ദേഹത്തെ പറ്റി
ഈ സാധാരണ AP-നെ പറ്റി ശിഷ്യന്മാര് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു യഥാർത്ഥമായ ഒരു വിഷയം. അത് അതേ ഒരു വിഷയം അദ്ദേഹം സ്റ്റേജും ഒന്ന് പറയിപ്പിച്ചു. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? സ്റ്റേജും വന്ന് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് മറ്റേ ആളെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. എന്നിട്ട് വ്യക്തമായി ആർക്കും മനസ്സിലാവാതിരിക്കുന്ന ഒരു രൂപം പോലും ഇല്ലാത്ത രൂപത്തില് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ വിഷയം ഒരു അവിടെ നിന്ന് വിട്ടുപോകുന്നതെന്ന കാരണത്താൽ ആ പണ്ഡിതനെ പറ്റി പറയിപ്പിച്ചു. അപ്പോഴെന്തായാലും അത് പറ്റും എന്ന് ഈ ഒരു സംഭവം പഠിപ്പിച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. പിന്നീട് രസം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇതേ വിഷയം ഇതേ സംഭവങ്ങള് മുത്തവാത്തിറായിങ് സ്ഥിരപ്പെട്ടു. ഒരുപാട് പരമ്പരയിലൂടെ, ഒരുപാട് അനുഭവസ്ഥരിലൂടെ, ഒരുപാട് വഴിയിലൂടെ സ്ഥിരപ്പെട്ടപ്പോ പലരും ഇങ്ങനെ പറഞ്ഞപ്പോ ഇവർക്ക് ഭയങ്കര നിയമങ്ങളൊക്കെ വന്നു. അങ്ങനത്തെ ഒരു ആരോപണം പറയണമെങ്കിൽ ഇത്ര സാക്ഷി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും പേരോട് പറഞ്ഞത് ഈ പേരോട് പറയാൻ അവലംബിച്ചത് എന്താന്ന് വെച്ചാൽ ഒരു ബുലുവാകാത്ത ഒരു ചെറിയ ഒരു കുട്ടി പറഞ്ഞു എന്ന് കേട്ടറിവിന്റെ പേരിലാണ് അത് അവിടെ പ്രസംഗിച്ചത്. അപ്പൊ എന്തായാലും ഒരുപാട് മുത്തവാത്തരായി സ്ഥിരപ്പെട്ടത് പറയാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ പഠിപ്പിച്ചത് പേരോടാണ്, എല്ലാവരും കുറ്റവും പറഞ്ഞ് പഠിപ്പിച്ചത് പേരോടാണ്, പരിഹസിച്ച് പഠിപ്പിച്ചത് പേരോടാണ്. പക്ഷെ ഞങ്ങള് ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മളിപ്പോഴും ഞാൻ എന്റെ വാക്കുകളിലൊക്കെ മാന്യത കാണിച്ചത് ആ സ്കൂള് അങ്ങനെ തന്നെ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർ ബൈക്ക് വിട്ടതാവെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ? അൻസാർ മാസ്റ്റർ അത്ര കുറഞ്ഞ സമയം പറഞ്ഞിരുന്നു അല്ലെ? 5 മിനിറ്റ്. ഇതിന്റെ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇനി മാസ്റ്റർക്ക് സമയമുണ്ടോ? ഞാനൊരു ചെറിയൊരു ചോദ്യം കൂടി എനിക്ക് നമ്മള് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ആയിട്ടൊക്കെ അടുത്ത് ബന്ധമുള്ള ആളുകളാവുമ്പോ അവരോട് ചോദിക്കാലോ. അപ്പൊ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന് സത്യത്തിന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചാട്ടോ, പേരോട് ഉസ്താദിന് ശരിക്ക് മൂപ്പര് പറയുന്ന വിഷയത്തില് അയാള് ശരിക്കും ഞാൻ മനസ്സിലാക്കിയതാണ് പറയുന്നത്. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കലും നയലില്ല എന്ന് വിശ്വസിക്കുന്ന ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തോടു കൂടി അവിടുത്തെ മുഅ്ജിസത്തുകൾ എല്ലാം മുറിഞ്ഞു പോകും എന്ന ഒരു വിശ്വാസം അയാൾക്കില്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് സംഘടനയ്ക്ക് വേണ്ടി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് താങ്ങും തണലായിട്ട് ഇങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു തോന്നല് ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർക്ക് എന്താണ് ആ വിഷയത്തെ കുറിച്ച് എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതേ അയാൾക്ക് റസൂലുള്ളാഹിക്ക് ഒരിക്കലും നേരില്ല എന്ന് തന്നെയാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മനസ്സിലാക്കിയതും പഠിച്ചതും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളതും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകളെ ഒന്നും മുറിഞ്ഞു പോകൂല എന്നും തന്നെയാണ് അയാൾക്ക് ഉള്ളത്. പക്ഷെ ഒരാളെ സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ അദ്ദേഹം ഇങ്ങനെ വാചാലനാകുന്നതും സംസാരിക്കുന്നതെന്ന് എന്റെ ഒരു തോന്നലിട്ടോ. ഞാൻ മനസ്സിലാക്കിയത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അങ്ങനത്തെ ധീരമായിട്ട് പോരാടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ളതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളാണെങ്കിലും സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം ഇങ്ങനെ ന്യായീകരിക്കുന്നതാണോ എന്നൊരു തോന്നല്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സത്യത്തിൽ സംഘടനയെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഈ നിഴല് വിഷയത്തിലുണ്ടായത് അദ്ദേഹത്തിന്, കാരണം ആ സംഘടനയുടെ മറ്റുള്ള ആൾക്കാരൊന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം ഒരു തെഹക്കീക്ക് പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തിനെ പറ്റി ആദ്യം പഠനമൊന്നും നടത്തിയിട്ടില്ല, മൂപ്പർക്ക് അത് അറിഞ്ഞുകൂടാ. ആ വിഷയം ഒരു വിഷയത്തിൽ പഠിക്കുമ്പോഴാണല്ലോ അതിനെപ്പറ്റി മനസ്സിലാകുക. അപ്പൊ അദ്ദേഹം ഇതിലൊരു തഹക്കീക്ക് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വളരെ ആധികാരികമായിട്ട് നാദാപുരത്ത് മൊയ്ലിയന്മാരൊക്കെ ഞെട്ടിച്ചുകൊണ്ടൊരു തഹക്കീക്കാണ് മൂപ്പർ ഉദ്ദേശിച്ചത്. വളരെ
ഒരു എന്താ തഹ്കീക്ക് എന്നുള്ളത് എന്താണ്, വളരെ എല്ലാവർക്കും അറിയാലോ. ഈ ഒരു ആനത്തല പോലെ ഒരു സംഭവം കണ്ടുപിടിച്ച പോലെ അവതരിപ്പിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന് എന്നൊരു ഇതുണ്ട്, ഞാൻ ഒന്നും മാറ്റി പറയാറില്ല, മറ്റേ വലിയമാരൊക്കെ പലതും മാറ്റി പറയാറുണ്ട്. അപ്പോഴിത് ഇയാൾ കുടുങ്ങിയപ്പോ അദ്ദേഹത്തെ തന്നെ സംരക്ഷിക്കാനാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടത്തുന്നത്. അദ്ദേഹത്തെ തന്നെ സംരക്ഷിക്കണം. കാരണം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയാൻ ഈ വിഷയം വലിയൊരു തഹ്കീക്ക് പറഞ്ഞു പോയത് കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ച പുലിവാലാണ് പിന്നീട് ഉണ്ടായത്. അങ്ങനെ ആ ഒരു വിഷയത്തിൽ എന്ത് കാണിച്ചു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറ്റാത്ത രൂപത്തിൽ കയറി ചെന്നു, മുത്തുനബിയുടെ സവിശേഷതയെ ഒരു വഷളാക്കി, അല്ലെങ്കിൽ കുറച്ച് കാണിച്ചു. അതൊക്കെ ചെയ്താൽ തന്നെ അദ്ദേഹത്തിന് അറിയാതെ ചെയ്തു പോയതായിരുന്നെങ്കിൽ അദ്ദേഹം അത് മനസ്സിലായപ്പോ അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യായിരുന്നു, അതിൽ നിന്നും തിരിച്ചായിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ അതിന്റെ കുരുത്തക്കേട് പണ്ട് ഇ കെ ഉസ്താദിനൊക്കെ ഞാൻ ഇപ്പോഴും ആ പ്രസംഗം ഉണ്ട്, ഇ കെ ഉസ്താദിനെ കളിയാക്കി പ്രസംഗിക്കുന്ന പ്രസംഗമൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആയതിന്റെ ആ കുരുത്തക്കേടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴും മൊത്തം അതിനുശേഷം ഒരുപാട് അബദ്ധങ്ങൾ മൂപ്പറിൽ നിന്ന് സംഭവിക്കുകയാണ്. മൂപ്പർ പൊന്മളയെ ന്യായീകരിക്കാനോ അതോ ആ വിഷയത്തിലേക്ക് മൂപ്പർ വന്നിട്ടില്ല. പൊന്മളയെ ന്യായീകരിക്കാൻ വന്നത് അലവി സക്കാഫി 1-2 സ്ഥലത്ത് പറഞ്ഞു എന്നല്ലാതെ പേരോട് വ്യക്തമായി പൊന്മളയെ ന്യായീകരിക്കാനൊന്നും വന്നിട്ടില്ല. പേരോടിനെ ന്യായീകരിക്കാനും ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. അദ്ദേഹം പറഞ്ഞത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാല് അവിടെ അതിനുവേണ്ടി എന്ത് പ്രശ്നമായാലും പ്രശ്നമില്ല, ആ രൂപത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഈ മുഹമ്മദ് അലി, നിങ്ങൾക്ക് മൈക്കിലേക്ക് വരാട്ടോ. ഈ ടെക്സ്റ്റ് അടിച്ച് നടക്കുന്ന വീരന്മാർക്കെല്ലാം മൈക്കിലേക്ക് വന്ന് ചോദ്യം ചോദിക്കാൻ അവസരമുണ്ട് എന്ന് ഉണർത്തുന്നു. പിന്നെ വേറൊരു കാര്യം, ഇപ്പോ ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ തന്നെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി, മുഷാവറയിലെ എല്ലാ കാര്യത്തിനും അന്തിമ തീരുമാനമെടുക്കുന്നത് പേരോടാണ് എന്ന്. അപ്പൊ ഇപ്പൊ ഈ നിഴല് വിഷയം അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു വരുന്ന ഈ പൊട്ടത്തരങ്ങളെല്ലാം തിരുത്തി കൊടുക്കാൻ പേരോടിനേലും കഴിവുള്ള പണ്ഡിതന്മാർ ആ കൂട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ, അതല്ല വേറെ എന്തെങ്കിലും ഭയന്നുകൊണ്ടാണോ അത് തിരുത്താത്തത്, അത് തിരുത്താൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടാത്തത് എന്നുകൂടി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം, നിങ്ങൾക്കറിയുമെങ്കിൽ. ഓക്കെ, മൈക്ക് റിലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാല്, പേരോട് ഒരു സംഘടനയിലും അതുപോലെ പ്രവർത്തകർക്കിടയിലും ഏറെ സ്വാധീനമുള്ള വ്യക്തിത്വമാണ് പേരോട്. പൊന്മളക്ക് ശിഷ്യന്മാർ മുഖേനയും അതുപോലെ മൊയ്ലിയാന്മാരടക്കം നല്ല സ്വാധീനമുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ ഈ പ്രവർത്തകന്മാര് അണികൾക്ക് പേരോടിന് നല്ല സ്വാധീനമുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രശ്നമുണ്ട്. എ പിക്ക് പേരോടിനെ തിരുത്താൻ പോയാല് എ പിനെ പേരോടും കൂടി തിരുത്തി അവിടെ പ്രശ്നം തീരൂല. പൊന്മള തൊടാൻ പോയാൽ പൊന്മളക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഓരോരുത്തരും പ്രശ്നങ്ങളിലാണുള്ളത്. പിന്നെ താഴെയുള്ള ആൾക്കാര് പേരോടിനെ തോണ്ടാൻ പോയാല് അവരെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തിരുത്തും അവിടെ നടക്കൂല എന്ന് മാത്രമല്ല, ഈ അവര് അള്ളാഹു ഉദ്ദേശിച്ചത് ഒരു മുടിക്കഷം കൊണ്ട് നശിക്കാനായിരിക്കും. കാരണം ഞാൻ പണ്ട് ഒരു ഐതിഹ്യ കഥയിൽ ഇങ്ങനെ നമ്മൾ വായിക്കാറുണ്ട്, പണ്ട് ചെറുപ്പത്തിലൊക്കെ. എന്തെന്ന് വെച്ചാല് ഈ ശ്രീകൃഷ്ണനോ മറ്റോ പരീക്ഷിക്കാൻ പോയി. അങ്ങനെ ഒരു പെണ്ണാണ്, ഗർഭിണിയായ സ്ത്രീയാണ് എന്ന് പറഞ്ഞ് ഇരുമ്പലക്ക വയറ്റില് വെച്ച് കെട്ടിയിട്ട്, ഇരുമ്പിന്റെ എന്തോ ഒരു സാധനം വയറ്റിൽ വെച്ച് കെട്ടി ഗർഭിണിയായിട്ട് അഭിനയിച്ച് ശ്രീകൃഷ്ണന്റെ അടുത്ത് ആണെന്നാണ് ഓർക്കുന്നത്. അങ്ങനെ പോയി. അങ്ങനെ എന്തായി, ഈ കുട്ടി ആരായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പർ പറഞ്ഞു പോലും ആ ജനിക്കുന്ന കുട്ടീനെ കൊണ്ട് നിങ്ങള് കുലം നശിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് ഇത്
ഈ ഉണ്ടായപ്പോ ഈ ഇരുമ്പ് അഥവാ ഇരുമ്പ് ആകെ ഇവർക്ക് പേടിയായി. എങ്ങനെ ഇരുമ്പ് രാഗിയിട്ട് അത് കുഴിച്ചിട്ടു, അത് ഒഴുക്കിക്കളഞ്ഞു. അതിൽ നിന്ന് പുല്ല് മുളച്ചിട്ടാണ് ആ പുല്ലുകൊണ്ട് പരസ്പരം അടിച്ചിട്ടാണ് അവരുടെ കുലം നശിച്ചതെന്ന് ഐതിഹ്യത്തിൽ വായിച്ചിട്ടുണ്ട്. അത് ഉള്ളതെന്നല്ല, ഞാൻ പറഞ്ഞതാണ്. അതുപോലെ ഈ ഒരു വിഷയത്തില് വെറും ഒരു മുടിക്കഷ്ണം കൊണ്ട് അവരെ നശിപ്പിക്കാനായിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചത്. കാരണം പണ്ഡിതന്മാരെയൊക്കെ ഒരുപാട് പ്രയാസപ്പെടുത്തി, ഒരുപാട് ആൾക്കാരെ, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ മനസ്സുകൊണ്ടും അതുപോലെ നാവ് കൊണ്ടൊക്കെ ഈബത്ത് പറയിച്ചു. മുസ്ലിം സമൂഹത്തെ രണ്ടാക്കി, മഹല്ലുകളിൽ രണ്ടാക്കി, എല്ലാ ഭിന്നിപ്പും ഉണ്ടാക്കി, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി. അതിനൊക്കെ ഇല്ലാത്ത ആരോപണങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാരെ പേരിൽ പറഞ്ഞു. അതുകൊണ്ട് അവര് നശിക്കുക വലിയൊരു സാധനം കൊണ്ട് നശിക്കുക. പണ്ടൊരാള് പറഞ്ഞിരുന്നു, ഒരു ഈ ചെറിയ സൈക്കിൾ കുത്തി മരിച്ചു എന്ന് പറഞ്ഞാല് അതൊരു മാനക്കേടാ, കുത്തുമ്പോ ഒരു ഒരു ട്രെയിലറെങ്കിലും കുത്തി മരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു വലിയ സാധനം കൊണ്ട് നശിച്ചു പോകാന്ന് പറഞ്ഞാല് അതിനും ഒരു അന്തസ്സുണ്ടല്ലോ, നശിക്കുന്നതിന് ഒരു ക്രെഡിറ്റ്. അതില്ലാതിരിക്കാനായിരിക്കും വെറും ഒരു മുടിക്കഷ്ണം കൊണ്ട്, ഒരു വിലയില്ലാത്തൊരു സാധനം കൊണ്ട് ഇവര് നശിക്കാനായിരിക്കും അള്ളാഹു ഉദ്ദേശിച്ചത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത് തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഞാൻ AP വാദത്തിന്റെ ആ മുടി കൊണ്ടുവന്നതിന് ശേഷം അവരുടെ കൂടെ സംസാരിക്കുക, അവരുടെ കൂടെ നിന്ന ആളുകളാണല്ലോ. ഞാൻ ആ സംഘടന രഹസ്യം ചോദിക്കല്ല. അവരുടെ കൂട്ടത്തിലുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാർക്കും ഈ മർക്കസിലുള്ളത് തിരുകേശം അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം അല്ല എന്ന് ബോധ്യപ്പെട്ട ആളുകളല്ലേ? അതോ ആ കൂട്ടത്തിലുള്ള ആ പണ്ഡിതന്മാരൊക്കെ ആ മുടിവെള്ളം കുടിക്കുന്നുണ്ടോ? അതൊന്നും ഇപ്പൊ നമുക്ക് ഈ സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. ഞാൻ ഇന്നെ പോലുള്ള ആളുകൾക്ക്, മറ്റുള്ള ആളുകൾക്ക് അറിയുന്നില്ല, എനിക്കറിയില്ല. ഇവിടെ കൂട്ടത്തിലുള്ള ഈ സുലൈമാൻ മുസ്ലിയാരോ മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളോ ഈ വെള്ളം കുടിക്കുന്നുണ്ടോ? അത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് എന്തെങ്കിലും അൻസാർ മാസ്റ്റർക്ക് അറിയോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. AP വിഭാഗത്തിലുള്ള ഒരു വലിയ ശതമാനം മൊയ്ലിയന്മാര്, അതുപോലെ സക്കാഫിമാര് പ്രത്യേകിച്ചും, എനിക്ക് തന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇപ്പോഴും AP വിഭാഗത്തിലുള്ള മുടി എന്നല്ല ഇവരെ കളവുകളെല്ലാം അറിയുകയും അതിനെ ഞങ്ങളോടൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അതുപോലെ ഇവര് മദ്രസയിൽ വെച്ച് പല സക്കാഫിമാര് ഞാനായിട്ട് ബന്ധമുണ്ട്. അവർ മദ്രസയിലൊക്കെ വെച്ച് നടക്കുന്ന ചർച്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതൊരു മുസീബത്തായി എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഇതിലൊരു തെളിവും കൈവശമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു വിഭാഗം. പക്ഷെ അതിൽ വേറൊരു വിഭാഗമുണ്ട്, സ്ഥാനത്തിന് വേണ്ടി ഇവര് പ്രതികരിക്കാത്തത്, അവരെ മഈശത്ത് അഥവാ ഉള്ളത് ഒന്നും ഇവര് പ്രശ്നത്തിന് കഴിയൂല, ഇവർക്കത് പ്രതികരിച്ചാൽ വല്ലാതെ ബുദ്ധിമുട്ടിക്കും, അതിനൊന്നും ആവൂല, ഒരു ബഹളക്കാരനായി ജീവിക്കാൻ കഴിയൂല, ഒപ്പിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരാണിത്. വേറൊരു വിഭാഗമുള്ള എന്താന്ന് വെച്ചാല് അന്ധമായി ഇവരെ വിശ്വസിക്കുന്ന കുറെ അണികളുണ്ട്. പിന്നെ ഒരു വിഭാഗമുള്ള സംഘടനയിലെ സ്ഥാനം നിലനിർത്താനുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവര് ഈ മുടിവെള്ളം പണ്ടൊക്കെ പൊന്മുളൊന്നും ആദ്യം കുടിക്കാറില്ലല്ലോ, കാരണം അന്ന് വിവാദമില്ലല്ലോ. ഇപ്പോഴ് എല്ലാവരും കുടിച്ചിട്ടില്ലെങ്കിൽ ഇത് കുപ്പി പാർസലാക്കി അവിടെ വെക്കും, അവര് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് എത്തിക്കും. അവര് കുടിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലാഹു അലം. അപ്പൊ അവര് വാങ്ങിക്കൽ നിർബന്ധമാണ്. എന്തായാലും ഇവരെ കൂട്ടത്തില് ന്യൂനപക്ഷം ആണ് ഇപ്പോഴ് ഇതിൽ വിശ്വസിക്കുന്നുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ വിശ്വസിക്കുന്നവർ തന്നെ മൗലവിമാര് വളരെ കുറവാണ്, കുറച്ച് തിരിയുന്ന ആൾക്കാരും കുറവാണ്. ഇവരെ കൂട്ടത്തിൽ ഇപ്പോഴും വല്ലാതെ വിശ്വസിക്കുന്നത് ഈ വിഷയങ്ങളൊന്നും അറിയാത്ത സാധുക്കളുള്ളൂ. ഈ വിഷയങ്ങളൊന്നും ഇപ്പോഴും എന്റെ നാട്ടിൽ തന്നെ എനിക്കറിയാം ഒരാള് ഇങ്ങനെ ഒരു വിഷയം തന്നെ അറിയൂല. ഈ റസൂൽ സല്ലല്ലാഹു നേരിട്ട് കൊടുത്തു എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ നാട്ടിലുണ്ട്. അതുപോലെ ഈ AP കുത്തുബാണെന്നും വലിയാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരു വിഷയവും അറിയാത്ത ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോ എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നത് കാണുമ്പോഴാണ്, ഇങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് എന്ന് കാണുമ്പോഴാണ് എന്നെ പോലുള്ളവർക്ക്, ഇതിൽ നിന്ന് വന്നവർക്ക് ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് തോന്നുന്നത്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ജാഫർ സാഹിബ് ഒറ്റ മിനിറ്റ്. പിന്നെ ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്ററൊക്കെ ആ സംഘടനയിൽ പ്രവർത്തിച്ച ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കെല്ലാം മറ്റു അതായത് ഇപ്പൊ SKSF അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത് അല്ലെങ്കിൽ അത് കേൾക്കാൻ പോകരുത് എന്നൊക്കെ ഉള്ളൊരു നിർദ്ദേശം അവരുടെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഇപ്പോ ഞാൻ ചോദിക്കാൻ കാരണം ഇവിടെ പല ആളുകളും പല സമയത്തും വന്ന് ചോദിക്കുന്നുണ്ട്, AP ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് യാതൊരു അപ്പീലില്ല, ഞങ്ങൾക്ക് AP ഉസ്താദ് പറയണതാണ് വിശ്വാസം, മറ്റുള്ളതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പല രീതിയിൽ പറയാറുണ്ട്. തന്നെയുമല്ല ഇപ്പൊ ഇവരുടെ തന്നെ പല ക്ലാസ് റൂമുകളിൽ നിന്നും ഇപ്പൊ ഈ ക്ലാസ് റൂമിലേക്ക് വരരുത് അല്ലെങ്കിൽ അവിടെ പോകരുത് എന്നൊക്കെ ഒരു അതാണ് അവരുടെ വിജയം എന്നല്ലേ. അല്ലാതെ ആ സംഘടനയിൽ ഉണ്ടായ ആള് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാരണം മറ്റുള്ള ഇത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യം എന്താണെന്ന് നിങ്ങൾ കേൾക്കാൻ പോകരുത്, ഇത് മാത്രമാണ് ശരി, AP ഉസ്താദ് പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അവര് തയ്യാറായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ജാഫർ സാഹിബ് അടുത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മൈക്കിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, മൈക്ക് റിലീസ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഈ ഞാന് സജീവമായി സംഘടനയായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് സത്യത്തിൽ ഈ സമസ്തയുമായിട്ട് കൊമ്പുകോർക്കൽ അങ്ങനെ വല്ലാതെ ഉണ്ടായിട്ടില്ല. ഈ മുടിവിഷയം വരുന്നതിന് മുമ്പ് അപ്പൊ മൊത്തത്തില് മുജാഹിദുകളെ ആയിട്ടായിരുന്നു എന്റെ മുജാഹിദുകളുമായി ബന്ധപ്പെട്ട, അതുപോലെ ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് അത്തരം വിഷയങ്ങൾ ബന്ധപ്പെട്ടായിരുന്നു എന്റെ പ്രവർത്തന മേഖല. അപ്പോഴും എന്നെ എല്ലാറ്റിനും പറഞ്ഞേക്കാറുണ്ട്. കാരണം മറുപടി പറയാനും അതുപോലെ റെക്കോർഡ് ചെയ്യാനും ആ രൂപത്തിലൊക്കെ പറഞ്ഞേക്കാറുണ്ട്. അപ്പോഴ് ഈ അന്നൊക്കെ ഈ പുത്തൻവാദികളോട് നേരിടുമ്പം പുത്തൻവാദികളെടുത്ത് നേരിടാൻ സുന്നത്ത് ജമാഅത്ത് ഹക്കാണല്ലോ. അപ്പൊ സുന്നത്ത് ജമാഅത്ത് അറിയുന്ന ഏതൊരാളെയും വിടാം. സുന്നത്ത് ജമാഅത്തിൽ അടിയറച്ച് മനസ്സിലാവാത്ത ആൾക്കാർക്ക് അവരുടെ പ്രസംഗങ്ങൾ അങ്ങനെ എപ്പോഴും കേൾക്കാൻ വിടാറില്ലെങ്കിലും ഞങ്ങളെപ്പോലുള്ളവരെ വിടാറുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ മാറ്റം. ഈ വിഷയം വന്നതിന് ശേഷമാണ് ഈ ആരോടും ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള പുതിയ നിയമം പാസ്സായത്. ഈ വിഷയം മറ്റതിനൊക്കെ ഒന്നുകിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാറ്റിനും കൃത്യമായ ന്യായീകരണം ഇല്ലെങ്കിലും ഒരു ഒപ്പിക്കൽ ന്യായീകരണമെങ്കിലും സംഘടനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായപ്പോഴാണ് ഈ ഒരു പുതിയ സിദ്ധാന്തത്തിലേക്ക് വന്നത്. അത് തെറ്റാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയുള്ള പല വിധണ്ട വാദങ്ങൾ ഇവരെ പല വിശ്വാസങ്ങളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോ ഈ പയ്യോളി ഭാഗത്തുള്ള ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ അൻസാർ മാഷുമായിട്ട് സംസാരിക്കരുതെന്നാണ്. അപ്പോ നമ്മള് ഉസ്താദ് പറഞ്ഞാൽ ഓക്കെ, ഉസ്താദിനെ ധിക്കരിച്ചു പോയ ആൾക്കാരാണ് എന്നൊക്കെയായിരുന്നു. അപ്പൊ ഞാൻ പലരോട് ചോദിക്കാറുണ്ട്, പണ്ട് എന്നെ പല മുജാഹിദുകൾ അഥവാ SSF പ്രവർത്തിച്ചിട്ട് മുജാഹിദായ പലരെ പറ്റിയും ഇതുണ്ടാവുമ്പോ എന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നെ പലയിടത്തും പോകാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് അവര് പോയത് സത്യത്തില് എന്താണ്, ഈ വെറും ഇവരിപ്പോ ഞങ്ങളെ പേരിലുള്ള കുറ്റം AP ഉസ്താദിനെ ധിക്കരിച്ചു എന്നുള്ളതാണ്, AP-നെ ധിക്കരിച്ചു എന്നുള്ളത്. ശരിക്കും മുജാഹിദാകാന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം അടക്കം നബി ഇമാം അടക്കം എല്ലാ ഇബ്രാഹിം അസ്കലാനി അടക്കം എല്ലാ ഇമാമിങ്ങളെയും ധിക്കരിച്ചു പോയതല്ലേ. അതിനോടൊപ്പം AP-നെ എല്ലാവരും ധിക്കരിച്ചു, സമസ്തയുടെ നേതാക്കളെ എല്ലാം ധിക്കരിച്ചു. പക്ഷെ അവരടുത്ത് എന്നെ പറഞ്ഞേക്കാറുണ്ടായിരുന്നു. അപ്പൊ ധിക്കരിച്ചത് കൊണ്ടാണ് അവരടുത്ത് പോകരുത് എന്ന് പറയുന്നതെങ്കിൽ മുജാഹിദിന്റെ അടുത്ത് പണ്ടേ പോകാൻ പറഞ്ഞേക്കരുതായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് ഇവർ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ, ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ കണിഞ്ഞത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരൊറ്റ മൊയ്ലിയാറും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ആകെ ഒരു വഴിയേ അവർക്കുള്ളൂ, സംസാരിക്കാൻ പാടില്ല എന്ന് പറയാം. എന്നിട്ട് നിൽക്കുന്നവര് നിന്നാ മതി എന്നാണ് ഇപ്പൊ പേരോടിന്റെ പുതിയ സിദ്ധാന്തം. സംസാരിക്കാൻ ഒരാൾ ഉദ്ദേശിച്ച് അവരെടുത്ത് പോയാല് അയാളെ ഒഴിവാക്കിക്കളയാന്നല്ലാതെ ഈ സംസാരിച്ചിട്ട് അയാൾ നമ്മളെ കൂടെ നിൽക്കണ്ട എന്നാണ് ഇപ്പോഴത്തെ പുതിയ തിയറി